നമസ്കാരം. പുറത്തേക്കിറങ്ങിയ ചാങ് മാങ്ങും ഷെൻ യാനിക്കും അവരെ തന്നെ നോക്കി നിൽക്കുന്ന ഹെക്ടർ ടെങ്ങിനെ കണ്ട് ഒന്ന് ഞെട്ടി എന്ന് തന്നെ പറയാം. ചാങ് മാങ് ഹെക്ടർ ടെങ്ങിനെ കണ്ടതും ഹെക്ടർ ടെങ് ചാങ് മാങ്ങിനോട് ചോദിച്ചു, ഏയ് ചാങ്, നീ എന്താ ഇവിടെ? എന്താ ഹെക്ടർ, നിനക്ക് വരാമെങ്കിൽ എനിക്ക് വന്നൂടെ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ചാങ് മാങ് ഹെക്ടർക്ക് നേരെ നടക്കുകയാണ്. ചാങ്, നിന്നെ ഞാൻ അല്ലെങ്കിൽ തിരക്കിയിരിക്കുകയായിരുന്നു. അത് പറഞ്ഞതും ചാങ് മാങ് മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ഹെക്ടറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഹെക്ടറുടെ തൊട്ടു മുന്നിലെത്തിയ ചാങ് മാങ് ഒരൊറ്റ ഇടി, ആചാരബാഹുവായ ചാങ് മാങ്ങിന്റെ ആ ഇടി തടുക്കാൻ ഹെക്ടർക്ക് ശരിയായി പറ്റിയില്ല. അതിന്റെ ഫലമായി ഹെക്ടർ ശരിക്കും ഒത്തിരി ദൂരേക്കാണ് തെറിച്ചത്. ശരിക്കും ഒരു വലിയ ആന ഒരു കുറുക്കനെ എടുത്തെറിയുന്നത് പോലെ ചാങ് മാങ് ഹെക്ടറെ എടുത്തെറിഞ്ഞു എന്ന് പറയാം. ഇടിയേറ്റ് ഒത്തിരി ദൂരേക്ക് തെറിച്ച് വീണ ഹെക്ടർ സാവധാനം എണീറ്റു. ഹെക്ടറുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ചിരിച്ചുകൊണ്ട് ഹെക്ടർ ചാങ് മാങ്ങിനോട് പറഞ്ഞു, ഏയ് ചാങ്, നീ ശരിക്കും ശക്തനാണല്ലോ, നിനക്ക് എന്നോടൊപ്പം കൂടിക്കൂടെ? ഏയ് ഹെക്ടർ, നിന്നെ ഞാൻ നോക്കി വച്ചിരിക്കുകയാണ്. നീ കാരണമാണ് മാർക്ക് ഫെല്ലർ കൊല്ലപ്പെട്ടത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും ചാങ് മാങ് മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിക്കുന്ന ചാങ് മാങ്ങിന്റെ വലത് കൈയിൽ ഇപ്പോ ആ ചുവപ്പ് നിറത്തുള്ള പ്രകാശം കാണാം. ആ പ്രകാശവുമായി ചാങ് മാങ് മുന്നോട്ട് കുതിച്ചപ്പോൾ ഹെക്ടർ ടെങ്ങും അതേ ശൈലിയിൽ ചാങ് മാങ്ങിനെ നേരിട്ടു. ഹെക്ടർ ടെങ്ങിന്റെ ബോഡിക്ക് ചുറ്റുമായി പെട്ടെന്നാണ് കറുത്ത നിറത്തുള്ള ഒരു പുകവലയം രൂപം കൊണ്ടത്. ആ പുകവലയത്തിന്റെ ഒരു എൻഡ് ഹെക്ടറുടെ ആ വലത് കൈയാണ്. ആ എൻഡിൽ ശരിക്കും പുക കൊണ്ട് അയാൾ ഒരു കവചം തീർത്തു എന്ന് പറയാം. ആ കവചവുമായിട്ടാണ് ഹെക്ടർ മുന്നോട്ട് കുതിച്ചത്. മുന്നോട്ട് കുതിച്ച ഹെക്ടർ ആഞ്ഞൊരൊറ്റ ഇടി. ചാങ് മാങ്ങിന്റെയും ഹെക്ടറുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയതും രണ്ടുപേരും ഏതാനും സ്റ്റെപ്പ് പുറകിലോട്ട് നീങ്ങി. ഹെക്ടറുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമാണ്. ചാങ് മാങ്ങിന്റെ ശക്തി അയാളെ തെല്ലുന്നൂല അമ്പരപ്പിച്ചത്. കുസൃതി കലർന്ന കണ്ണോടുകൂടി ഹെക്ടർ ചാങ് മാങ്ങിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചാങ് മാങ്ങിനോട് പറഞ്ഞു, ഏയ് ചാങ് മാങ്, നിന്റെ ഈ ശക്തി എന്നെ ശരിക്കും അതിശയപ്പെടുത്തുകയാണ്. ഞാൻ ഓഫർ ഒന്നുകൂടി പറയുകയാണ്. ചാങ് മാങ്, മാർക്ക് ഫെല്ലർ ഇനിയില്ല. നീ നിന്റെ ജീവിതം പാഴിക്കളയാതെ എനിക്കൊപ്പം ചേരുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ ചാങ് മാങ്ങിനോട് ഹെക്ടർ ടെങ് വീണ്ടും പറഞ്ഞതും ചാങ് മാങ് ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ, നീ ഒരു നാശം പിടിച്ചവനാണ്. നിന്നെപ്പോലെ ഒരുത്തനോട് സംസാരിക്കുന്നത് പോലും നല്ലതല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചാങ് മാങ് വീണ്ടും ഹെക്ടർക്ക് നേരെ കുതിച്ചു. ആ നിമിഷത്തിൽ ഹെക്ടർ അതിശക്തമായ ഒരു ഫ്ലെയിം തന്നെ ഹെക്ടർക്ക് മുന്നിൽ സൃഷ്ടിച്ചു. പുകയ്ക്ക് ചുറ്റുമായി ഉണ്ടായ ആ ഫ്ലെയിം ചാങ് മാങ്ങിന് നേരെ തൊടുത്തപ്പോൾ ചാങ് മാങ് കണ്ണങ്ങ് ഇറുക്കി അടച്ചു. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ അകത്ത് വെച്ച് ചാങ് മാങ്ങിനെ ഒരു ചുഴിയിൽ ഹെക്ടർ ടെങ് പെടുത്തിയ സമയത്ത് ആ ചുഴിക്ക് ചാങ് മാങ്ങിന്റെ അമ്മയുടെ രൂപമായിരുന്നു. അങ്ങനെയാണ് ചാങ് മാങ് വീണുപോയത്. തന്നെ വളഞ്ഞിരിക്കുന്ന ആ ചുഴിയിൽ ആഞ്ഞിടിക്കാൻ ചാങ് മാങ്ങിന് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ നിമിഷത്തിലാണ് ചാങ് മാങ്ങിനെ വലിഞ്ഞു മുറുക്കിയ ഹെക്ടർ ചാങ് മാങ്ങിനെ നിസ്സഹായനാക്കി ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനകത്ത് തകർത്തിട്ടത്. അതേ ടെക്നിക് വീണ്ടും ഹെക്ടർ ടെങ് ചാങ് മാങ്ങിനെ എതിരെ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായതും ചാങ് മാങ് കണ്ണങ്ങ് ഇറുക്കി അടക്കിയായിരുന്നു. കണ്ണ് ഇറുക്കി അടച്ചുകൊണ്ട് ചാങ് മാങ് അതിശക്തമായ ഒരു പഞ്ച്, കണ്ണ് ഇറുക്കി അടച്ചുകൊണ്ടുള്ള ചാങ് മാങ്ങിന്റെ അതിശക്തമായ പഞ്ച് ചാങ് മാങ്ങിന് മുന്നിൽ സൃഷ്ടിച്ച ആ കറുത്ത വളയത്തെ ശരിക്കും കഷ്ണം കഷ്ണമായി ചിതറിച്ചുകൊണ്ട് ചാങ് മാങ്ങിന്റെ ആ പഞ്ച് ഹെക്ടറുടെ നെഞ്ചിലേക്ക് എത്തി. ചാങ് മാങ്ങിന് തൊട്ടു മുന്നിൽ ചാങ് മാങ്ങിന്റെ അമ്മയുടെ ആ മാന്ത്രിക രൂപം സൃഷ്ടിച്ച് അതിന്റെ പുറകിൽ നിൽക്കുകയായിരുന്ന ഹെക്ടർ ശരിക്കും നെഞ്ചിൽ ഇടികിട്ടിയതും അവിടെ നിന്ന് തെറിച്ച് ഒത്തിരി ദൂരേക്ക് ചെന്ന് വീണു. ദൂരേക്ക് തെറിച്ച് വീണ ആ നിമിഷത്തിൽ ഹെക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി. ചാങ് മാങ്ങിനെ ഇനി പിടിച്ചാൽ പിടികിട്ടില്ല. അങ്ങനെ ഹെക്ടർ ചിന്തിക്കുമ്പോഴേക്കും ചാങ് മാങ് ഹെക്ടർക്ക് നേരെ കുതിച്ചു കഴിഞ്ഞു. ശരിക്കും ഭ്രാന്ത് വന്ന ഒരാളുടെ ചേഷ്ടകളാണ് ഇപ്പോൾ ചാങ് മാങ്ങിനുള്ളത്. അവന്റെ ജീവൻ ശരിക്കും മാർക്ക് ഫെല്ലർക്ക് കടപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ സ്വയം രക്ഷപ്പെടുന്നതിന് പകരം ചാങ് മാങ്ങിനെ രക്ഷിക്കാനായി ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിലേക്ക് വീണ്ടും ഓടിക്കേറിയില്ലായിരുന്നെങ്കിൽ മാർക്കിന് അയാളുടെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു. ആ കഥ ഇപ്പോ
ചാങ്മാങ്ങിനെ അറിയാം. ചാങ്മാങ്ങിന്റെ ജീവൻ മാർക്ക് ഫെല്ലറുടെ ദാനമാണ്. അതറിയാവുന്ന ചാങ്മാങ് അതുകൊണ്ട് തന്നെ മാർക്കിനെ പെടുത്തിയ ഹെക്ടർ ടെങ്ങിനെ എന്ത് വില കൊടുത്തും കൊല്ലാനുള്ള തീരുമാനത്തിലാണ്. ഹെക്ടർക്ക് നേരെ കലി കൊണ്ട് പാഞ്ഞു വരുന്ന ചാങ്മാങ്ങിനെ കണ്ടതും ഹെക്ടർ അയാളുടെ ഇരു കൈകളും ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ അയാളുടെ കയ്യിൽ ആ 2 ബ്ലാക്ക് ഗോൾഡ് ബോളുകൾ എത്തി. യാൻ ഗസ്മാന്റെ കയ്യിൽ നിന്ന് ഹെക്ടർ ടെങ് വാങ്ങിയെടുത്ത ആ ബോളുകൾ അയാളുടെ കയ്യിൽ വന്നതും അയാൾ വലത് കയ്യിലെ ബോള് പാഞ്ഞു വരുന്ന ചാങ്മാങ്ങിന് നേരെ ഒന്ന് എറിഞ്ഞു. ചാങ്മാങ്ങിന് നേരെയുള്ള ഹെക്ടറുടെ ആ എറി അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു രംഗമാണ് സൃഷ്ടിച്ചത്. ഹെക്ടറുടെ കയ്യിൽ ആ പന്ത് മുന്നോട്ട് കുതിച്ചതും അത് അനവധി പ്രകാശ ബീമുകളായി മാറി. ആ പ്രകാശ ബീമുകളുടെ ചുറ്റും സ്വർണ്ണ നിറമാണ്, നടുക്ക് വെറും കറുപ്പാണ്. ഒറ്റ നോട്ടത്തിൽ കറുപ്പും സുവർണ നിറവും കലർന്ന ഒരു ബീം എന്നേ ആളുകൾക്ക് തോന്നത്തുള്ളൂ. അങ്ങനെയുള്ള അനവധി ബീമുകളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ ബീമുകൾ പാഞ്ഞു വരുന്ന ചാങ്മാങ്ങിന്റെ നേരെ എത്തിയതും ചാങ്മാങ് അതിശക്തമായി ആ ബീമിലേക്ക് ഇടിച്ചു. ചാങ്മാങ്ങിന്റെ കൈ കടന്നു പോകുന്ന ആർക്കിലുള്ള ബീമുകളിലൊക്കെയും ചാങ്മാങ്ങിന്റെ ആ കൈ കയറി ഇടിച്ചു. പക്ഷേ ആ കൈ ആ ബീമിൽ ഇടിച്ചപ്പോഴാണ് ചാങ്മാങ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ ബ്ലാക്ക് ഗോൾഡ് ബീമിന് അസാധ്യമായ സ്ട്രെങ്താണ്. ചാങ്മാങ്ങിന്റെ കൈ ആ ബീമിൽ ഇടിച്ചതും ചാങ്മാങ്ങിന്റെ കൈ ഒന്ന് വിറച്ചു. ചാങ്മാങ് പെട്ടെന്ന് ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് യാന്ത്രികമായി തെറിക്കപ്പെടുകയാണ്. ആ ഇടിയുടെ ആഘാതത്തിൽ ചാങ്മാങ് പുറകോട്ട് തെറിച്ചതാണ്. ഈ കാഴ്ച കണ്ടതും ഹെക്ടർ ടെങ് അയാളുടെ ഇടത് കൈയിലെ ബോളും മുന്നോട്ട് ചലിപ്പിച്ചു. ശരിക്കും 2 ബോളുകളും അയാൾ നിയന്ത്രിക്കുകയാണ്. ആ 2 ബോളുകളും അയാൾ ഒരേ സമയം നിയന്ത്രിക്കുമ്പോൾ ആ 2 ബോളുകളിലൂടെ ഏകദേശം 1 ഡസനിലധികം കറുപ്പും ഗോൾഡൻ പ്രകാശവും കലർന്ന ബീം ലൈറ്റുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ബീം ലൈറ്റുകൾ പെട്ടെന്നാണ് ശക്തി ആർജിച്ചത്. അതിശക്തമായ ആ ബീം ലൈറ്റുകൾ ശക്തി ആർജിച്ചു വരുമ്പോഴാണ് പുറകോട്ട് തിരിച്ച ചാങ്മാങ് വീണ്ടും മുന്നോട്ട് കുതിച്ചത്. മുന്നോട്ട് കുതിച്ച ചാങ്മാങ്ങിന്റെ പുറത്തേക്ക് ആ ബീം ലൈറ്റുകൾ തലങ്ങും വിലങ്ങും പതിച്ചു. ആ ബീം ലൈറ്റുകളെ തടുക്കാനായി ചാങ്മാങ് അതിശക്തമായി ആ ബീം ലൈറ്റുകളിൽ പഞ്ച് ചെയ്തെങ്കിലും അതൊന്നും തന്നെ ചാങ്മാങ്ങിനെ രക്ഷപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല. ആ ബീം ലൈറ്റുകൾ ചാങ്മാങ്ങിന്റെ പുറത്ത് വീണതും ചാങ്മാങ് ശരിക്കും തെറിച്ച് മാർക്ക് ഫെല്ലറുടെ ആ പ്രതിമ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു വീണ ചാങ്മാങ്ങിന്റെ വായിലൂടെ ചോര ഒഴുകി തുടങ്ങി. തെറിച്ച് വീണ ചാങ്മാങ്ങിന്റെ ദേഹത്ത് പല ഭാഗത്തും പൊട്ടലുകൾ വീണിട്ടുണ്ട്. ചാങ്ങിന് എണീക്കാൻ പറ്റുന്നില്ല. അവന്റെ ബോഡി ഏതാണ്ട് നിശ്ചലമായതുപോലെയാണ് ആ കാഴ്ച കണ്ട ആളുകൾക്ക് തോന്നിയത്. അത് കണ്ട് സെക്ഷൻ ലീഡർ ഷൻ യാനിക് ഉറക്കെ വിളിച്ചു പോവുകയാണ്, ചാങ്! അതേ വിളി വേറെ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. ചാങ്മാങ് അവിടെ എത്തിയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ലെങ്കിലും അവിടെയുള്ള ആളുകളുമായി വല്ലാത്തൊരു അടുപ്പം ചാങ്മാങ് ഉണ്ടാക്കിയിരുന്നു. ആ ചാങ്മാങ് ആണ് ഇതാ തെറിച്ചു വീണിരിക്കുന്നത്. തെറിച്ചു വീണ ചാങ്മാങ്ങിന്റെ ബോഡിക്ക് അനക്കമില്ല എന്നുള്ള കാര്യം ആ ഗ്രീൻ മൂൺ വില്ലയിലെ ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. വല്ലാത്തൊരു അമ്പരപ്പും ഞെട്ടലും എല്ലാവരുടെയും മുഖത്തുണ്ട്. ഈ കാഴ്ചകൾക്കൊക്കെ സാക്ഷിയായി നിൽക്കുന്ന ഡെങ് ഷെങ്ങിന്റെ മുഖത്ത് മാത്രം ഒരു പുഞ്ചിരി വിരിയുന്നുണ്ട്. ശരിക്കും ആ പുഞ്ചിരി അയാൾ പാടുപെട്ട മറയ്ക്കുന്നത്. ആ സമയത്ത് ഹെക്ടർ ടെങ്ങിനോട് ഹെക്ടർ ടെങ്ങിന്റെ ഉള്ളിലെ ശബ്ദം ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഹെക്ടർ, അവന്റെ ബോഡി നമുക്ക് വേണം. ഹെക്ടർ, അവനെ കൊന്ന് ബോഡി സ്വന്തമാക്ക്. ചാങ്മാങ്ങിന്റെ ബോഡി സെയിന്റ്ലി ബോഡിയാണ്. അത്രയും വലിപ്പമുള്ള അതിശക്തമായ ഒരു സെയിന്റ്ലി ബോഡി സാധാരണഗതിയിൽ ഒരിടത്തും ഉണ്ടാവില്ല. വളരെ അപൂർവം ആളുകൾക്കാണ് സെയിന്റ്ലി ബോഡി ഉള്ളത്. അത്തരത്തിലുള്ള ആ ബോഡി നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നാണ് ആ ശബ്ദം ഹെക്ടറോട് പറഞ്ഞത്. അത് കേട്ടതും ഹെക്ടർ ചിരിച്ചുകൊണ്ട് ചാങ്മാങ്ങിന്റെ നേരെ നടക്കുകയാണ്. നടക്കുന്നതിനിടയിൽ ഹെക്ടർ പറയുന്നുണ്ട്, ഏഹേയ് ചാങ്മാങ്, നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്റെ കൂടെ കൂടാൻ. പക്ഷെ നിന്റെ ജീവനെ കുറിച്ച് ഒരു വിലയുമില്ലാത്തത് കൊണ്ട് എനിക്കിതിനെ കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ ഹെക്ടർ ടെങ് പറഞ്ഞതും അയാളുടെ ഫോൺ ശബ്ദിച്ചതും ഒരേ നിമിഷത്തിലാണ്. ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടതും ഹെക്ടർ ഫോൺ എടുത്തു. ഫോണിൽ സാക്ഷാൽ ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ ആണ്. ഹെക്ടർ, എന്തായി? ഫോൺ കണക്ട് ആയതും ഗസ്മാൻ ഉറക്കെ ഹെക്ടറോട് ചോദിച്ചു, മിസ്റ്റർ ഗസ്മാൻ, മിസ്റ്റർ ക്യാപ്റ്റൻ, ഞാൻ ചാങ്മാങ്ങിനെ പിടികൂടിയിരിക്കുകയാണ്. അവനെ കൊല്ലാൻ പോവുകയാണ്. ഹെക്ടർ, അത് വേണ്ട, അവനെ കൊല്ലണ്ട.
അവനെ ജീവനോടെ ഇവിടെ കൊണ്ടുപോവാ. അവന്റെ ബോഡി നമുക്ക് പരീക്ഷണത്തിന് പറ്റിയ ഒന്നാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് ശരിക്കും ചാങ് മാങ്ങിന്റെ ബോഡിയിൽ ഒരു താല്പര്യം വന്നിരിക്കുകയാണ്. ഹെക്ടറോട് ആ ഫോണിൽ യാൻ ഗസ്മാൻ പറഞ്ഞ കാര്യം ഹെക്ടറുടെ ബോഡിയിലുള്ള ആ ശബ്ദവും കേട്ടു. ഫോൺ കട്ടായതും ആ ശബ്ദം ഹെക്ടറോട് പറഞ്ഞു, ഗസ്മാൻ എന്തിനാ ഇവന്റെ ബോഡി? ആ ചോദ്യം സ്വാഭാവികമായിട്ടും ഹെക്ടറുടെ മനസ്സിലുള്ളതാണ്. ഹെക്ടർ എന്തോ ആലോചിച്ച് സംശയിച്ച് നിൽക്കുന്ന കണ്ടതും ശബ്ദം ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ, തൽക്കാലം നമുക്ക് ആ ജിങ്ദുക്കാരെ പിണക്കാൻ പറ്റില്ല. നീ ജീവനോടെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തേ പറ്റൂ. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഹെക്ടർ ടെങ്ങിനെ ഉപയോഗിച്ച് ചാങ് മാങ്ങിനെ പിടികൂടുകയാണ്. ഹെക്ടർ ടെങ്ങിനെ ഉപയോഗിച്ച് ആളുകളെയൊക്കെ കൊല്ലുക എന്നുള്ളത് അവരുടെ ഒരു ടാർഗറ്റാണ്. ഹെക്ടർ ടെങ്ങിനെ ഒരു ആയുധം പോലെ ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ. എന്നാൽ അതേ സമയത്ത് ഹെക്ടർ ടെങ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ ഒരു ആയുധമായിട്ടാണ് കാണുന്നത്. ഹെക്ടറുടെ അംബിഷൻ വളരെ വലുതാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്തേക്ക് നുഴഞ്ഞു കയറാനുള്ള എളുപ്പ വഴിയായിട്ടാണ് യാൻ ഗസ്മാന്റെ ആവശ്യത്തെ ഹെക്ടർ കണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് ആലോചിക്കാതെ ഹെക്ടർ ചാങ് മാങ്ങിനെ തൂക്കിയെടുത്തു. ചാങ് മാങ്ങിനെ തൂക്കിയെടുത്ത അയാളുടെ ആ മാന്ത്രിക നിലവറയിലേക്ക് ചാങ് മാങ്ങിനെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഷൻ യാനിക്കും കൂട്ടരും ഹെക്ടർക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. ചാങ് മാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും അവർക്കാർക്കും മടിയില്ല. ഹെക്ടർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഷൻ യാനിക്കിന് മുന്നിലേക്ക് പെട്ടെന്ന് ഡെങ്ഷൻ കയറി. ഡെങ്ഷൻ അവരെ തടുത്തു. ഏയ്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഡെങ്, ചാങ്ങിനെ രക്ഷിക്കണം. ഏയ്, ഞാൻ പറയുന്നത് കേൾക്ക്. നമ്മളിപ്പോ ഒന്നിച്ചു തീർത്താലും ഹെക്ടറെ വിജയിക്കും. ജിങ്ദു മാർഷൽ ആർട്സിനെ നേരിടാൻ നമ്മളെ കൊണ്ട് പറ്റൂ? ഡെങ്ഷങ്ങിന്റെ ആ ചോദ്യത്തിന് ഒരു ഉത്തരവും അവരുടെ കയ്യിലില്ല എന്നാണ് സത്യം. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അതിശക്തമാണ്. അവരുടെ പ്രതിനിധിയായി അവിടെ എത്തിയിരിക്കുന്ന ഹെക്ടറിനെ തടയാൻ അവർ ശ്രമിച്ചാൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ യോദ്ധാക്കളെ അങ്ങോട്ടേക്ക് വിടും. പിന്നെ ഗ്രീൻ മൂൺ വില്ല എന്നുള്ളത് ഒരു ഓർമ്മ മാത്രമാകും. ആ കാര്യം ഡെങ്ഷങ് പറയാതെ തന്നെ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കറിയാം. ഡെങ്ഷങ് അവരെ ഉപദേശിച്ചതും ചാങ് മാങ്ങിന്റെ അടുത്തേക്ക് ഓടി വരാൻ ശ്രമിച്ച ആളുകളൊക്കെ പെട്ടെന്ന് അങ്ങ് നിന്നു. അവരെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ചാങ് മാങ്ങിനെ ആ മാന്ത്രിക നിലവറിലേക്ക് മാറ്റിയ ഹെക്ടർ അതിവേഗം അവിടുന്ന് പുറത്തു പോവുകയും ചെയ്തു. ഈ സമയത്ത് ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനകത്ത് മാർക്ക് ഫെല്ലർ ആ ഇന്നർ കോറുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നർ കോറുകളിൽ വിഴുങ്ങുന്ന മാർക്കിന്റെ ഉള്ളിൽ സ്പിരിച്വൽ എനർജി ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ആ സ്പിരിച്വൽ എനർജിയെ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മാർക്കിന് ഇപ്പോൾ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മാർക്കസ് ലെവൽ 2 ആയതിൻ്റെ ഒരു പവറാണ് മാർക്കിന് ഫീൽ ചെയ്യുന്നത്. ആ പവർ ഫീൽ ചെയ്തതും മാർക്ക് അതിവേഗം അവിടെ നിന്ന് എണീറ്റ് ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിലെ വാതിലിന്റെ അടുത്തെത്തി. അവിടെ എത്തിയ മാർക്ക് വേറൊന്നും നോക്കാതെ അതിശക്തമായ ഒരു ഒറ്റ പഞ്ച്, ശക്തമായി മാർക്ക് പഞ്ച് ചെയ്തിട്ടും ആ വാതിലിന് ഒരു അനക്കവുമില്ല. മാർക്ക് വീണ്ടും വീണ്ടും പഞ്ച് ചെയ്തെങ്കിലും ആ വാതിൽ മാർക്ക് തൊട്ട ഭാവം പോലും കാണിക്കുന്നില്ല. അതിശക്തമായ ഒരു മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വാതിലാണെന്ന് അത് പറയാതെ പറയുകയാണ്. അതിൽ കിടന്ന് ഇടിച്ചതുകൊണ്ട് കാര്യമില്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് മാർക്കിനുണ്ടായി. വാതിൽ തകർക്കാൻ പറ്റില്ലെങ്കിൽ മാർക്കിന് ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിൽ നിന്ന് പുറത്തു കിടക്കാനാവില്ല. അക്കാര്യം മാർക്കിന് 100% ഇപ്പോൾ ഏതാണ്ട് ഉറപ്പാണ്. എന്താണ് ഇനി ചെയ്യേണ്ടത്? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിൽ അവിടെയുള്ള അസ്ഥികൂടങ്ങൾ കടന്നു വന്നത്. മാർക്ക് അവിടെ കടന്ന നിമിഷത്തിൽ മാർക്കിന് ശ്രദ്ധയിൽപ്പെട്ടതാണ് ആ അസ്ഥികൂടങ്ങൾ. ആ അസ്ഥികൂടങ്ങൾക്ക് വല്ലാത്തൊരു ശക്തിയാണ്. പക്ഷേ മാർക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്ന സെക്ഷൻ ലീഡറുടെ തലയിൽ തൊട്ടതോടുകൂടി മാർക്ക് ഒരു ചലച്ചിത്രം അവിടെ കാണുകയുണ്ടായി. ആ ചലച്ചിത്രത്തിന്റെ എൻഡിൽ മാസ്ക് വെച്ച സ്ത്രീ അവിടെ നിന്ന് കടന്നു പോയി കഴിഞ്ഞതും മാർക്കിന്റെ തൊട്ടു മുമ്പിലുണ്ടായിരുന്ന ആ സെക്ഷൻ മാസ്റ്ററുടെ തലയോട്ടിയും എല്ലുകളൊക്കെ പൊടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. കസേരയിൽ സെക്ഷൻ മാസ്റ്റർ ഇരുന്നതിൻ്റെ സൂചന പോലും നൽകാതെ ആ അസ്ഥികൂടം പൂർണ്ണമായും പൊടിഞ്ഞ് താഴെ വീണു. അതുപോലെ തന്നെയാണ് അവിടെയുള്ള ബാക്കി അസ്ഥികൂടങ്ങളും. ആ അസ്ഥികൂടങ്ങളിൽ പൊട്ടാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവ ഉപയോഗിച്ച് ഒരു അറ്റാക്ക് ആ വാതിലിൽ നടത്തിയാൽ വാതിൽ തുറക്കാൻ കഴിയുമെന്ന് പെട്ടെന്നൊരു ബോധം മാർക്കിനുണ്ടായി. മാർക്ക് ആ ഭാഗം മുഴുവൻ അരിച്ചു പറക്കി തുടങ്ങി. അങ്ങനെ നോക്കുമ്പോഴാണ്
മാർക്കിന് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിട്ടിയത്. കിട്ടിയ കഷ്ണങ്ങളൊക്കെ ചെറിയ കഷ്ണങ്ങളാണ്. ആ കഷ്ണം കൊണ്ടൊന്നും വാതിലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ബോധ്യം അല്പസമയം കഴിഞ്ഞപ്പോൾ മാർക്കിനുണ്ടായി. പെട്ടെന്നാണ് മാർക്കിന്റെ മനസ്സിൽ ഒരു കാര്യം കടന്നു വന്നത്. മാർക്ക് നോർത്ത് വെസ്റ്റിൽ ഡ്രാഗൺ വെയിൻ അന്വേഷിച്ച് പോയ സമയത്ത് മാർക്ക് യാദൃശ്യവശാലാണ് മീശയുമായി സൗഹൃദത്തിലായത്. മീശയും മാർക്കും കൂടി അന്ന് ആ ഡ്രാഗൺ വെയിൻ്റെ മുകളിലുള്ള ഭാഗം എക്സ്പ്ലോർ ചെയ്തപ്പോൾ മാർക്കിന് ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ഒരു വലിയ ഫർണസ് കിട്ടിയിരുന്നു. ആ ഫർണസിനെ കുറിച്ചുള്ള ചിന്തയാണ് പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. ആ ചിന്ത വന്നതും മാർക്ക് അതിവേഗം മാർക്കിന്റെ നിലവറയിൽ നിന്ന് ആ ഫർണസ് പുറത്തെടുത്തു. ഒരു കൂറ്റൻ ഫർണസാണ്. ഒരു വലിയ ആരയിൽ കാണുന്ന തീ ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്തുണ്ട്. മാർക്ക് കൗതുകത്തോടെ ആ ഫർണസിനെ വീക്ഷിക്കുന്നു. ഇപ്പോഴാണ് മാർക്കിന്റെ മനസ്സിൽ ശരിക്കും രസകരമായ ഒരു ആശയം ഉണ്ടായിരിക്കുകയാണ്. മാർക്ക് ആ ഫർണസിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവന്റെ നിലവറയിൽ നിന്ന് ആ ബ്രോൺസ് സോഡ് പുറത്തേക്ക് എടുത്തു. ബ്രോൺസിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ വാള് മാർക്കിന് ഒരു ലേലത്തിൽ നിന്ന് കിട്ടിയതാണ്. മാർക്ക് ആ വാളിനെ ആ ഫർണസിനടുത്ത് വെച്ചിട്ട് മാർക്ക് കളക്ട് ചെയ്തുകൊണ്ട് വന്ന ആ പൊടിഞ്ഞ എല്ലുകളൊക്കെ ഫർണസിനകത്തേക്ക് ഇട്ടു. മാർക്ക് ആ ഭാഗമൊക്കെ ഒന്ന് അരിച്ചു പിറക്കി അല്പം കൊള്ളാവുന്ന എല്ലും കഷ്ണങ്ങളൊക്കെ പിറക്കി ആ ഫർണസിനകത്ത് ഇട്ടു. ഫർണസിനകത്ത് ആവശ്യത്തിന് എല്ലുകൾ ആയെന്ന് ബോധ്യമായതും മാർക്ക് തന്റെ വലത് കൈ ആ ഫർണസിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് മാർക്കിന്റെ വലത് കൈയിൽ പെട്ടെന്ന് ആ പർപ്പിൾ ഫ്ലെയിം രൂപം കൊണ്ടു. ആ പർപ്പിൾ ഫ്ലെയിമിലേക്ക് ഒന്ന് നോക്കിയിട്ട് മാർക്ക് ആ പർപ്പിൾ ഫ്ലെയിം ഒന്ന് തിരിച്ചു പിടിച്ചു ആ ഫർണസിനകത്തേക്ക്. അകത്തുള്ള ആ എല്ലുകൾ ഉരുക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. സ്വന്തം ശരീരത്തിലെ എനർജിയാണ് യഥാർത്ഥത്തിൽ അവിടെ തീയാക്കി മാർക്ക് കൺവേർട്ട് ചെയ്യുന്നത്. തീയാക്കി എനർജിയെ കൺവേർട്ട് ചെയ്യുമ്പോൾ ശരീരത്തിലെ എനർജി അനുദിനം കുറഞ്ഞു വരും. അതൊന്നും മൈൻഡ് ചെയ്യാതെ മാർക്ക് ആ ഫർണസിന് മുകളിൽ തന്നെ കൈ അമർത്തി പിടിച്ചിരിക്കുകയാണ്. മാർക്കിന്റെ ലക്ഷ്യം ആ ഫർണസിനകത്തുള്ള ആ എല്ലിൻ കഷ്ണങ്ങളെയും ഉരുക്കുക എന്നുള്ളതാണ്. ഉരുക്കി ദ്രാവക അവസ്ഥയിലാക്കണം. അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് ആ ഫർണസിന്റെ മുകളിൽ അങ്ങനെ ആ പർപ്പിൾ ഫ്ലെയിം പിടിച്ചിരിക്കുമ്പോൾ അകത്തുള്ള ആ എല്ലുകൾ പതുക്കെ പതുക്കെ ചൂടായി തുടങ്ങി. മാർക്ക് ആ എല്ലുകളെ ഉരുക്കുന്ന പ്രക്രിയയിൽ അങ്ങനെ വ്യാപൃതരായിരിക്കുമ്പോൾ ന്യൂ സെലസ്ട്രൽ യാവോമെങ്ങിന്റെ വസതിയിൽ യാവോമെങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കോങ് യാനിക്. കോങ്ങും യാവോമെങ്ങും തമ്മിൽ നേരത്തെ ഒരു ബെറ്റ് വെച്ചിരുന്നു. ബെറ്റിൽ ജയിച്ചത് യാവോയാണ്. ബെറ്റിൽ തോറ്റ കോങ് യാനിക് യാവോമെങ്ങിന് കൊടുക്കാനുള്ള സമ്മാനമായി അവിടെ വീട്ടിലെത്തിയതാണ്. ആ സമ്മാനം വാങ്ങിച്ച് സുരക്ഷിതമായി മാറ്റിവെച്ച യാവോമെങ് കോങ്ങിനോട് ചോദിച്ചു, അല്ല മിസ്റ്റർ കോങ്, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? മാർക്ക് ഇപ്പം ജീവനോടുണ്ടോ ഇല്ലയോ? ഹേയ് യാവോ, നേരത്തെ ഞാൻ ഇതേ വിഷയത്തിൽ നിന്നോട് തോറ്റതാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഉറപ്പാണ് ആ മാർക്ക് അതിനകത്തിരുന്ന് മരിക്കുകയുള്ളൂ. യാവോമെങ്ങിന് കോങ് പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ അകത്തുനിന്ന് അവരൊക്കെ കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ആ സ്ലേയിങ് സെക്ഷനകത്ത് ഒരു കില്ലിംഗ് ഫോർമേഷൻ ഉണ്ട്. ആ സെക്ഷനകത്തേക്ക് കടക്കുന്ന ആരെയും കൊള്ളാൻ കപ്പാസിറ്റിയുള്ള ഒരു ഫോർമേഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഫോർമേഷന്റെ ഭാഗമായ പോയിന്റുകളിൽ നിന്ന് ശരിക്കും വെടിയുണ്ടകൾ പോലെ തീ അവരുടെ പുറത്തേക്ക് പാഞ്ഞു വരികയായിരുന്നു. കഷ്ടിച്ചാണ് പലരും രക്ഷപ്പെട്ടത്. ആ രംഗം ആലോചിക്കുമ്പോൾ തന്നെ കോങ്ങിനായാലും യാവോയ്ക്കായാലും ഒരു വിറയിൽ വരുന്നുണ്ട്. ആ തീ കൊണ്ടുള്ള വെടിയുണ്ടകളെ മാർക്ക് ഫെല്ലർക്ക് അതിജീവിക്കാൻ പറ്റുമോ? അതാണ് കാതലായ ചോദ്യം. യാവോമെങ്ങിന്റെ മനസ്സ് വായിച്ചറിഞ്ഞ കോങ് യാവോട് പറഞ്ഞു, യാവോ, എനിക്ക് തോന്നുന്നില്ല മാർക്കിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. ആ കില്ലിംഗ് ഫോർമേഷൻ അത്ര ശക്തമാണ്. അല്ലെങ്കിൽ തന്നെ ഈ മാർക്ക് ഇത്രയും പേര് നേടേണ്ട ഒരാളൊന്നും ആയിരുന്നില്ല. അവൻ എന്നോട് എതിരിട്ടിരുന്നുവെങ്കിൽ എന്നേ അവൻ വേറൊരു ചരിത്രമായനെ. കോങ് യാനിക്കിനോട് മാർക്ക് ഫെല്ലർ ഒരിക്കലും എതിരിട്ടിട്ടില്ല. പൈറോയിലെ യങ്ങർ ജനറേഷനിലെ നമ്പർ 2 ആണ് കോങ് യാനിക്. കോങ് യാനിക്കിനോട് മാർക്ക് ഫെല്ലർ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ ഉറപ്പായും കോങ് യാനിക് മാർക്കിനെ കൊന്നനെ. അക്കാര്യത്തിൽ കോങ്ങിന് ഒരു സംശയവുമില്ല. നേരത്തെ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ മാർക്കിന്റെ കഥ ആരും അറിയത്തു പോലുമില്ല. കോങ് അക്കാര്യം തീർത്തു പറഞ്ഞതും യാവോമെങ് കോങ്ങിനോട് പറഞ്ഞു, അതെ അതെ മിസ്റ്റർ കോങ്, താങ്കൾ അതിശക്തനാണല്ലോ. അങ്ങനെ കോങ്ങിനോട് യാവോമെങ് പറയുമ്പോൾ അവിടേക്ക് യാവോമെങ്ങിന്റെ സുഹൃത്ത് യുവാൻ ഷോ എത്തി. യുവാൻ ഷോയും
യാവോമെങ്കുമാണ് ക്യാപ്റ്റൻ യാൻ ഗസ്മാനെ ചാങ് മാങ്ങിനെ കൂട്ടരെ കൊല്ലുന്നതിൽ നിന്ന് തടഞ്ഞത്. അവിടേക്ക് കയറി വന്ന യുവാൻ ഷോ കോങ്ങിനെ കണ്ടതും കോങ്ങിനോട് പറഞ്ഞു, ആ മിസ്റ്റർ കോങ് നിങ്ങളും ഉണ്ടോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് യാവോടെ അടുത്തിരുന്ന യുവാൻ ഷോ കോങ്ങിനോട് പോയി പറഞ്ഞു, കോങ് നീ ആ വാർത്ത കേട്ടായിരുന്നു? യുവാൻ, എന്തു വാർത്ത? ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ 3 അതിശക്തരെ സൃഷ്ടിച്ചു എന്നാണ് ഞാൻ കേട്ടത്. ഏയ് യുവാൻ, നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കോങ്, എന്ത് ടെക്നിക്കാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഉപയോഗിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കേട്ട വാർത്ത അനുസരിച്ച് 3 അതിശക്തർ ഇപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലുണ്ട്. അവർ ആരെയും തോൽപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അവർ 3 പേരും സഹോദരങ്ങളാണ്. ആ 3 ടീം അനവധി മാർക്കിസ്റ്റുകളെ ഇതിനിടയിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. യാവോമെങ്ങിനും കോങ്ങിനും ശരിക്കും ആ വാർത്ത ഒരു അമ്പരപ്പ ഉണ്ടാക്കിയത്. അവരൊക്കെ മാർക്കിസ് തന്നെയാണ്. അവർക്കാർക്കും പരിചയമില്ലാത്ത 3 ആളുകൾ പെട്ടെന്ന് മാർക്കിസ് ആയിരിക്കുന്നു. മാർക്കിസായി മാറിയ ആ ആളുകൾ മറ്റു മാർക്കിസ്റ്റുകളെ നിഷ്പ്രയാസം തോൽപ്പിക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഏതോ പുതിയ ടെക്നിക്ക് ഉപയോഗിച്ച് അവരെ മാർക്കിസാക്കി മാറ്റിയതാണെന്ന് ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ യുവാൻ ഷോയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത്. യുവാൻ ഷോ പറഞ്ഞ ആ കാര്യം തുടർന്നുള്ള ദിവസങ്ങളിൽ മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് വലിയൊരു ചർച്ചാ വിഷയമായി. ന്യൂ സെലസ്റ്റിലെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അവരിലൊരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വെറും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയിരുന്ന 3 ആളുകളെ മാർക്കിസാക്കി മാറ്റിയിരിക്കുകയാണ്. വിത്തിൻ ഡേയ്സിലാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ നിന്ന് അവർ മാർക്കിസായി മാറിയത്. 30, 40, 50 വർഷങ്ങൾ എടുത്തിട്ടാണ് പണ്ടൊക്കെ ആളുകൾ മാർക്കിസ് ആയിരുന്നത്. ഇപ്പോ മാർക്കിസ് ആകുന്നതിന്റെ പ്രായപരിധി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. യാവോമെങ്ങും കോങ് യാനിക്കും യുവാൻ ഷോയൊക്കെ മാർക്കിസായി മാറിയ ആളുകളാണ്. അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ പലരും ഇപ്പോൾ മാർക്കിസാണ്. അവരുടെയൊക്കെ ശരാശരി പ്രായം 25-നും 35 വയസ്സിനും ഇടയിലാണ്. എന്നാൽ അവരൊക്കെയും മാർക്കിസ് ആയതിനു തൊട്ടു മുമ്പ് ഹാഫ് മാർക്കിസ് ആയവരാണ്. ഇവിടെ ഇപ്പോ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ റിലീസ് ചെയ്തിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് മാർക്കിസായി മാറിയിരിക്കുന്ന 3 ആളുകളും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് മാത്രമായിരുന്നു. ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ നിന്ന് നേരിട്ട് അവർ മാർക്കിസായി ജമ്പ് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഗ്രാൻഡ് മാസ്റ്റേഴ്സിലെ ആ 9 ലെവലുകളും കടന്ന് ഹാഫ് മാർക്കിസ് ആകാനുള്ള ലെവലുകളും കടന്ന് എത്രയെങ്കിലും നാള് കഴിഞ്ഞിട്ടാണ് ഒരാൾ മാർക്കിസ് ആവുക. അതിന് ഡിവൈൻ ട്രിബുലേഷൻ വരെ വേണം. ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല. ആ വാർത്ത അതുകൊണ്ട് തന്നെ മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് ഒരു ഹോട്ട് സബ്ജക്റ്റായി മാറി. അഭിപ്രായങ്ങൾ പല ശൈലിയിലും ഉണ്ടാവുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവത്തിലാണ് ഇപ്പോൾ മാർഷൽ ആർട്സ് വേൾഡ് സാക്ഷ്യം വഹിക്കുന്നത്. പലരും പല കമന്റുകളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. 3 ദിവസത്തെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ മാർക്ക് ഫെല്ലർക്ക് ആ ഫർണസിനകത്തുള്ള മുഴുവൻ എല്ലുകളെയും ഏതാണ്ട് ദ്രാവക പരുവത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. നല്ല കട്ടിയുള്ള ഒരു ദ്രാവകം ആ ഫർണസിനകത്ത് രൂപപ്പെട്ടതും മാർക്ക് ആ ബ്രോൺസ് വാളെടുത്ത് ആ ദ്രാവകത്തിനകത്തേക്ക് പൂർണ്ണമായി താഴ്ത്തി വെച്ചു. വീണ്ടും മാർക്ക് കയ്യിലെ ആ ഫ്ലെയിം ആ ഫർണസിനകത്തേക്ക് അങ്ങനെ പിടിക്കുകയാണ്. പിന്നെയും 3 ദിവസം അതിവേഗമാണ് കടന്നുപോയത്. 7ാമത്തെ ദിവസമാണ് മാർക്ക് ഫെല്ലർക്ക് ശരിക്കും ആ ഫർണസിനകത്തുനിന്ന് ഒരു വാള് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത്. മാർക്കിന്റെ ആ ബ്രോൺസ് വാളിന്റെ നിറം ആകെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആ വാളിന് ഒരു ചുവപ്പ് കളർ വന്നിട്ടുണ്ട്. ആ വാള് കയ്യിലെടുത്തപ്പോൾ തന്നെ മാർക്കിന് ഒരു ശക്തിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്ക് ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷൻ അകത്ത് പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 4 ആഴ്ച ആയിരിക്കുകയാണ്. ആ വാള് കയ്യിലെടുത്ത മാർക്കിന് വല്ലാത്തൊരു ആത്മവിശ്വാസം. ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷന്റെ ആ സ്ഥലത്ത് മാർക്ക് വാളിൽ ബലം ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിച്ച എല്ലുകളൊക്കെയും അതിശക്തരായ യോദ്ധാക്കളുടേതാണ്. അവരാരും തന്നെ മാർഷൽ സെയിൻസ് അല്ല. അതിന് മുകളിലുള്ള ഏതോ ലെവലുകളിലുള്ള ആളുകളുടെ എല്ലുകളാണ് ആ വാളിന്റെ കട്ടികൂട്ടാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ആ വാളിന്റെ കട്ടികൂട്ടാനുള്ള ടെക്നിക്ക് മാർക്ക് പഠിച്ചെടുത്തത് മാർക്കിന്റെ അച്ഛന്റെ ആ ലൈബ്രറിയിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ആ ടെക്നിക്ക് പഠിക്കാൻ തന്നെ മാർക്കിന് 3 ദിവസത്തോളം വേണ്ടി വന്നു.
ഏകദേശം 10ഓളം ദിവസം കൊണ്ടാണ് മാർക്ക് ആ വാള് ഉണ്ടാക്കിയെടുത്തത്. മാർക്ക് ആ വാളുമായി വീണ്ടും ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ ആ വാതിലിന്റെ ഭാഗത്തേക്ക് നടന്നു. ഇപ്പൊ മാർക്കിന് തികച്ചും കോൺഫിഡൻസ് ഉണ്ട്. ആ വാൾ ഉപയോഗിച്ച് ആ വാതിൽ തകർക്കാൻ കഴിയുമെന്ന് മാർക്കിന് പൂർണ്ണ വിശ്വാസമാണ്. ആ വാളുമായി ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ വാതിലിനടുത്തെത്തിയ മാർക്ക് വാള് കയ്യിലേക്കെടുത്തു. വാള് കയ്യിലേക്കെടുത്ത മാർക്ക് ഒരു നിമിഷം ആ വാതിൽക്കിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഒരൊറ്റ ജമ്പ്. 9 സ്ലാഷിംഗ് ടെക്നിക്ക് എന്ന ഒരു ടെക്നിക്ക് മാർക്ക് പഠിച്ചിട്ടുണ്ട്. ആ ടെക്നിക്കിലെ 1ാം സ്ലാഷ്, അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. ആകാശത്തേക്ക് ചാടി ഉയർന്ന മാർക്ക് 9 സ്ലാഷിംഗ് ടെക്നിക്കിന്റെ ഫസ്റ്റ് സ്ലാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാതിൽ നേരെ ഒരൊറ്റ വീശ്. ശരിക്കും ഒരു വലിയ പ്രകാശം ആ വാളിൽ നിന്ന് പെട്ടെന്ന് താഴേക്കുണ്ടായി. ഒരു സോഡ് ലൈറ്റ്, അതിശക്തമായ ആ ലൈറ്റ് ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ ആ വാതിലിൽ കുറുകെ അങ്ങനെ കടന്നു പോവുകയാണ്. ആ ലൈറ്റ് എങ്ങനെ അടിച്ചതും വല്ലാത്ത പ്രതീക്ഷയോടുകൂടി മാർക്ക് ആ വാതിൽക്കിലേക്ക് നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് ഒരു പോറൽ മാത്രമാണ്. വാതിലിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പോറൽ മാർക്കിന് ഒരു പ്രതീക്ഷ ഉണ്ടാക്കി. മാർക്ക് വീണ്ടും ചാടി ഉയർന്നു. വീണ്ടും ഒരൊറ്റ വീശ്. വീണ്ടും ഒരു പോറൽ വീണു. മാർക്കിന്റെ ആവേശം കൂടുകയാണ്. മാർക്ക് വീണ്ടും വീണ്ടും ആ വാൾ ഉപയോഗിച്ച് ആ വാതിലിനെ അറ്റാക്ക് ചെയ്തു തുടങ്ങി. 3 അറ്റാക്കായി, 5ആയി, 10ആയി. 1 ഡസൻ തവണ മാർക്ക് തലങ്ങും വിലങ്ങും ആ വാള് കൊണ്ട് ആ വാതിലിൽ ആഞ്ഞു വെട്ടിയിട്ടും പോറലുകൾ വീഴുന്നല്ലാതെ വാതിൽ കുലുങ്ങുന്നതേയില്ല. വാളുണ്ടാക്കി കഴിഞ്ഞാൽ അതുവഴി രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള മാർക്കിന്റെ പ്രതീക്ഷ ഇതാ തകർന്നു വീഴുകയാണ്. ശക്തമായ വാളാണ് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അക്കാര്യത്തിൽ മാർക്കിന് ഒരു സംശയവുമില്ല. പക്ഷേ എന്തുകൊണ്ടോ ആ വാളിന് ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ ആ എൻട്രൻസ് ഭേദിക്കാൻ മാത്രം പറ്റുന്നില്ല. അടയാളങ്ങൾ ആ വാതിൽ വീഴ്ത്താൻ ആ വാള് കൊണ്ട് കഴിഞ്ഞു എന്ന് മാത്രം. മാർക്ക് നിരാശയോടെ ആ വാള് തറയിലേക്ക് കുത്തി തല ഒന്ന് കുനിച്ചു. ആ സമയത്താണ് പെട്ടെന്ന് മാർക്ക് ഒരു ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട മാർക്ക് തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് തൊട്ടു മുന്നിൽ, അയാളുടെ മുന്നിൽ ആ വായു ഒന്ന് അനങ്ങുന്നതാണ്. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ലെങ്കിലും മാർക്ക് അമ്പരപ്പോടെ ആ അനങ്ങുന്ന വായുവിലേക്ക് നോക്കിയതും ആ വായു പെട്ടെന്ന് ഒരു കറുത്ത ഹോളായി മാറി. ആ വായുവിൽ പെട്ടെന്ന് ഒരു കറുത്ത ഹോൾ ഉണ്ടായി. ഒരു കറുത്ത വലിയ ദൂരം, ഒരു വലിയ കുഴല് ആ വായുവിനകത്ത് ഉണ്ടാവുകയാണ്. മാർക്ക് കണ്ണുമിഴിച്ച് ആ കുഴലിലേക്ക് നോക്കിയതും ആ കുഴല് വഴി ഒരാൾ മാർക്കിന്റെ മുന്നിലേക്ക് ചാടി വീണു. ആ ആളെ കണ്ട് മാർക്ക് അമ്പരപ്പോടെ ആ ആഗതനെ നോക്കുകയാണ്. അത് സാക്ഷാൽ മീശയാണ്. ആ കുഴലിൽ നിന്ന് അകത്തേക്ക് ചാടിയ മീശയും തൊട്ടുമുന്നിൽ മാർക്കിനെ കണ്ട് ഒന്ന് ഞെട്ടി. പക്ഷെ ആ നിമിഷത്തിൽ മാർക്ക് ഇരുന്നിടത്തുനിന്ന് ചാടി എണീറ്റു. ഓടി വന്ന് മീശയെ കെട്ടി അങ്ങ് പിടിച്ചു. മാർക്ക് മീശയും കെട്ടിപ്പിടിക്കുമ്പോ മീശ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ഞാൻ അത്രക്കാരനല്ല. ഏയ്, എനിക്ക് ആണുങ്ങളോട് അങ്ങനെ താല്പര്യമൊന്നുമില്ല. മാർക്കിനെ കളിയാക്കിക്കൊണ്ടാണ് മീശ അങ്ങനെ സംസാരിച്ചത്. പക്ഷേ മാർക്ക് ആ കളിയാക്കൽ കേട്ടിട്ടും മീശയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അത് കണ്ടതും മീശ സാവധാനം മാർക്കിന്റെ ഷോൾഡറിലും തട്ടി. ഏയ് മാർക്ക്, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കിന്റെ ഷോൾഡർ തട്ടിയതും മാർക്ക് കൈ എടുത്തു. മാർക്കിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്നെ രക്ഷിക്കാനായി മീശ അവിടെ എത്തുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. മീശയോടായി മാർക്ക് ചോദിച്ചു, ഏയ് ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞത്? ഏയ് മാർക്ക്, ഞാൻ നിന്നെ തിരക്കി വന്നതല്ല. ഏയ് മീശ എന്താ പറയുന്നത്? ഈ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിൽ പലതും ഉണ്ട്, അത് തേടിയില്ലേ ഞാനിവിടെ വന്നത്. പിന്നെ നീ ഇതിനകത്ത് പെട്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്തതെന്ന് മാത്രം. അത് കേട്ടത് മാർക്ക് പറഞ്ഞു, ഓക്കെ ശരി, എന്നാ നമുക്ക് പോവാം. ഹേയ് മാർക്ക്, നീ എന്തോന്നാ പറയുന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, ഉടനെ പോവാനോ? ഞാനിവിടെ വന്ന കാര്യം നടക്കട്ടെ. പിന്നെ മാർക്ക്, നീ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല ഇവിടേക്ക് കടക്കാന്നുള്ളത്. ഞാൻ 1 മാസം മെനക്കെട്ടിട്ടാണ് ഒരു ടെലിപ്പോർട്ടേഷൻ സംവിധാനം ഉണ്ടാക്കിയത്. ശരിക്കും മീശ അസാധ്യമായ ഒരു സംഭവം ബിൽഡ് ചെയ്ത് അതുവഴിയാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഒരു പോയിന്റിൽ കയറി നിൽക്കുന്ന ആള് അടുത്ത പോയിന്റിലേക്ക് പോകുന്ന ഒരു സംഭവത്തെയാണ് ഈ ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ അകത്ത് കടക്കാനായി മീശ ഒരു ടെലിപ്പോർട്ടേഷൻ സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ടെലിപ്പോർട്ടേഷൻ സംവിധാനം ഉണ്ടാക്കാനായി 1 മാസത്തെ ശ്രമം മീശയ്ക്ക് വേണ്ടി വന്നു. മീശ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മാർക്കിന് വല്ലാത്തൊരു അതിശയം. മീശ, നിങ്ങൾ പറയുന്നത് ഞാൻ ഇതിനകത്ത് പെട്ടിട്ട് 1 മാസമായെന്നാണ്? മാർക്ക്,
കൃത്യമായിട്ടും ഇപ്പോൾ 1 മാസമായി. ഇപ്പോൾ എല്ലാവരും കരുതുന്നത് നീ മരിച്ചു എന്നാണ്. 1 മാസമായിട്ടും മാർക്കിനെ കാണാതെ വരുമ്പോൾ ആരായാലും അങ്ങനെ ധരിച്ചു. മാർക്കിന് അക്കാര്യത്തിൽ വേറെ പരാതിയൊന്നുമില്ല. മാർക്ക് എന്തായാലും ഇനി ഉടൻ നീ പുറത്തിറങ്ങണ്ട. അതെന്താ? മാർക്ക്, ആ ജിങ്ദു മാർഷൽ അസോസിയേഷൻകാര് നിന്നെ നോട്ടമിടുന്നവരാണ്. ഇപ്പൊ നീ പുറത്തിറങ്ങിയാലും അവരോട് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം അല്പം സമയമെടുത്ത് ആലോചിക്ക്. എനിക്കിവിടെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടും, അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. മീശ പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കിയപ്പോൾ മാർക്കിനും അത് ബോധ്യമായി. ഉടനെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോയാലും പ്രശ്നമാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ മാർക്കിന്റെ തല കണ്ടാൽ അപ്പം മാർക്കിന്റെ പുറകെ കൂടും. മാർക്കിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. മാർക്ക് കൂടുതൽ ശക്തി നേടുകയാണ് ഇപ്പോഴത്തെ ആവശ്യം. ശക്തി ഉണ്ടെങ്കിലേ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റും. ആ കാര്യം ബോധ്യമായതും മാർക്ക് മീശയ്ക്കൊപ്പം കൂടാമെന്ന് തീരുമാനിച്ചു. മീശ പതുക്കെ പതുക്കെ അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യുകയാണ്. മീശയും മാർക്കും കൂടി ആ ഭാഗം മുഴുവൻ അരിച്ചു പറക്കുകയാണ്. അവിടെയൊക്കെ അരിച്ചു പറക്കുന്ന മീശ സാവധാനം അയാളുടെ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ പുറത്തെടുത്തു. അത് കണ്ടതും മാർക്ക് ചോദിച്ചു, മീശ ഇതെന്തിനാ? മാർക്ക്, കൂടുതൽ ഉള്ളിലേക്ക് പോയാലേ എന്തെങ്കിലുമൊക്കെ കിട്ടും. മാർക്ക്, ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ട് വലിയ ഉപയോഗമില്ല. ശരിക്കും ഇതിനകത്ത് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഈ സംഭവം എന്നെ സഹായിക്കും. മാർക്ക് കൗതുകപൂർവ്വം മീശ പുറത്തെടുത്തു വെച്ച ആ സാധനങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു കപ്പ്, ഒരു പ്ലേറ്റ്, പിന്നെ ചില തിരികൾ. ഇതൊക്കെയാണ് അയാൾ പുറത്തെടുത്തത്. അതിന്റെ കൂട്ടത്തിൽ വെളുത്ത നിറത്തുള്ള കുറച്ച് പൊടിയുണ്ട്, പിന്നെ കുറച്ച് പേപ്പർ. മീശ ആ പേപ്പറിൽ ആ വെളുത്ത പൊടി പതുക്കെ വിതറി തുടങ്ങി. അതിനുശേഷം അയാൾ ആ തിരി പോലെ ഇരിക്കുന്ന സാധനം കയ്യിലെടുത്തു. സാമ്പ്രാണി തിരി പോലെ ഇരിക്കുന്ന സാധനങ്ങളാണ്, പക്ഷെ അയാൾ അത് എഴുത്താണി പിടിക്കും പോലെ കയ്യിൽ പിടിച്ചു. അതിനുശേഷം അയാൾ ആ പേപ്പറിന്റെ മുകളിൽ ആ വെളുത്ത പൊടിയുടെ പുറത്തുകൂടി പതുക്കെ വരച്ചു തുടങ്ങിയാണ്. മാർക്കിന് ശരിക്കും ഒരു കൗതുകം. മീശ ആ വെളുത്ത പൊടിയുടെ പുറത്തുകൂടി ചില രൂപങ്ങളാ വരച്ചുണ്ടാക്കുന്നത്. മീശ ആ വെളുത്ത പൊടിക്ക് മുകളിൽ രൂപങ്ങൾ ഉണ്ടാക്കി തീർന്നപ്പോൾ സമയം 3-4 മണിക്കൂറായി. രൂപങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞതും മീശയുടെ ആ പേപ്പർ പതുക്കെ അനങ്ങി തുടങ്ങി. അത് അനങ്ങുന്ന കണ്ടതും മീശ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് കണ്ട? മാർക്കും അത് കണ്ടായിരുന്നു. ഏയ് മീശ, ഇതെന്തിനാ അനങ്ങുന്നത്? മാർക്ക്, ഇനി നീ ഇത് പിടിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിന്റെ കയ്യിലേക്ക് ആ കപ്പ് മീശയെ ഏൽപ്പിച്ചു. ഇതെന്തിനാ? മാർക്ക്, ഇതിനകത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവയെ തടുക്കാൻ ഈ കപ്പ് നിന്നെ സഹായിക്കും. അങ്ങനെ മീശ പറഞ്ഞപ്പോൾ മാർക്ക് കൗതുകപൂർവ്വം ആ കപ്പ് കൈ പിടിച്ചു. അതിന്റെ പിടിയിൽ മാർക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. മീശയുടെ ഒരു കയ്യിൽ ഇപ്പൊ പേപ്പർ ഇരിക്കുകയാണ്, മറു കയ്യിൽ ആ പ്ലേറ്റാണ്. ആ പ്ലേറ്റും പേപ്പറുമായി മീശ പതുക്കെ മുന്നോട്ട് നടന്നു തുടങ്ങി. മാർക്ക് കൂടെയുണ്ട്. മുന്നോട്ട് നടക്കുന്നിടയിൽ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശ്രദ്ധിക്കണേ, ഇവിടെ ശരിക്കും ശക്തരായ ആത്മാക്കൾ ഉണ്ടാവും. അവ നമ്മൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. നിന്റെ കയ്യിരിക്കുന്ന കപ്പുള്ളത് കൊണ്ട് എനിക്ക് വേറെ പ്രശ്നം വരില്ല. മീശയുടെ കയ്യിലുള്ള ആ മാന്ത്രിക ഉപകരണങ്ങൾ മാർക്കിന്റെ ജീവൻ രക്ഷിക്കുമെന്ന് മീശ പറയാതെ പറയുകയാണ്. അത് കേട്ടുകൊണ്ട് മാർക്ക് മീശയ്ക്കൊപ്പം നടക്കുകയാണ്. ഇപ്പോ അവര് നടന്ന് ഒത്തിരി ഉള്ളിലേക്ക് കടന്നു. മാർക്ക് അവിടെ എത്തിയ സമയത്ത് മാർക്ക് പോകാത്ത സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇപ്പൊ മീശ മാർക്കിനെ കൊണ്ട് പോകുന്നത്. അകത്തോട്ട് പോകുന്തോറും ഇരുട്ട് കൂടിക്കൂടി വരികയാണ്. ഇരുട്ട് മാത്രമല്ല, ഒരു ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം കൂടി വരികയാണ്. അതിശക്തമായ ഡാർക്ക് എനർജി ഉള്ളിൽ എവിടെയോ ഉണ്ടെന്ന് ആ ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം വിളിച്ചു പറയുകയാണ്. അകത്തുനിന്നാണ് ആ ഡാർക്ക് എനർജി പുറത്തേക്ക് വരുന്നത്. മാർക്ക് നേരത്തെ ഇരുന്ന ഹാളിൽ ഡാർക്ക് എനർജി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ആദ്യമായി ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം മാർക്കിന് ഫീൽ ചെയ്തത് മാർക്ക് ആ സ്വപ്നം കണ്ടതിന് ശേഷമാണ്. ആ മാസ്ക് ധരിച്ച സ്ത്രീ മാർക്കിന്റെ സ്വപ്നത്തിൽ നിന്ന് കടന്നു പോയതിനു ശേഷം ചുറ്റുമുള്ള എല്ലിൻകൂടങ്ങളൊക്കെ പൊടിഞ്ഞു വീണ് തുടങ്ങിയപ്പോഴാണ് മാർക്കിന് ഡാർക്ക് എനർജി ഫീൽ ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഡാർക്ക് എനർജിയുടെ അളവ് കൂടിക്കൂടി വരികയാണ്. മാർക്ക് ഫെനയുടെ തൊട്ടു മുന്നിൽ ഒരു കൈയിൽ പ്ലേറ്റും മറുകൈയിൽ പേപ്പറുമായി മീശ വളരെ കരുതലോടെ നടക്കുകയാണ്. അയാൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ശരിക്കും ചുറ്റും നോക്കുന്നുണ്ട്. അങ്ങനെ
മുന്നോട്ട് പോയ മീശ പെട്ടെന്ന് നിന്നു. ചുറ്റുപാടൊക്കെ നോക്കി. ഒരു ടൂറിസ്റ്റിന്റെ ശൈലിയിലാണ് യഥാർത്ഥത്തിൽ മാർക്ക് കടന്നു വരുന്നത്. മാർക്കിന്റെ ഇടത് കൈയിൽ അപ്പോഴും ആ കപ്പുണ്ട്. പെട്ടെന്ന് മുന്നിൽ പോയ മീശ നിന്നത് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ മീശ? അങ്ങനെ മാർക്ക് ചോദിച്ചതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് മുന്നിലേക്ക് നോക്ക്. മാർക്ക് മുന്നിലേക്ക് നോക്കിയപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മാർക്ക് കണ്ടത്. മീശയ്ക്ക് ഏകദേശം ഒരു 10 അടി മുന്നിലായി ഒരു രൂപം. ആ രൂപത്തിന്റെ പ്രത്യേകത, ആ രൂപത്തിന് തലയില്ല എന്നുള്ളതാണ്. തലയില്ലാത്ത ഒരു രൂപം അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ആ രൂപത്തിന്റെ തല ആരോ വെട്ടിമാറ്റിയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ആ രൂപത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ് മീശ. അത് കണ്ടതും മാർക്ക് ചോദിച്ചു, എന്തു പറ്റി മീശ ആ രൂപത്തെ തന്നെ നോക്കി നിൽക്കുന്നത്? മാർക്ക് ആ രൂപം ഒന്ന് അനങ്ങി. ഏയ്, തലയില്ലാത്ത രൂപം അനങ്ങിയോ? അങ്ങനെ മാർക്ക് ചോദിച്ചതും ശരിക്കും മാർക്കിനെ കണ്ണു തള്ളിപ്പോവുകയാണ്. അവർ രണ്ടുപേരും സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്ന ആ രൂപം ഇതാ നടക്കുന്നു. ആ രൂപം മീശയ്ക്കും മാർക്കിനും നേരെ ഏതാണ്ട് പട്ടാളച്ചിട്ടയിൽ നടന്നു വരികയാണ്. തങ്ങളുടെ നേരെ നടന്നു വരുന്ന ആ രൂപം മുന്നോട്ട് വരുന്തോറും ഒരു വല്ലാത്ത പ്രഷർ മാർക്കിനും മീശയ്ക്കും അനുഭവപ്പെട്ടു തുടങ്ങി. നടന്നു വരുന്ന ആ രൂപത്തെ കണ്ടതും മീശ കയ്യിലെ ആ പ്ലേറ്റ് എടുത്ത് മുന്നോട്ട് കാണിച്ചു. ആ പ്ലേറ്റ് മുന്നോട്ട് കാണിച്ചിട്ടും രൂപത്തിന് കൂസലൊന്നുമില്ല. രൂപം മുന്നോട്ട് നടക്കുകയാണ്. അത് കണ്ടതും മീശ ആ പ്ലേറ്റ് എടുത്തൊരു ഒറ്റ എറി ആ രൂപത്തിന് നേരെ. തലയില്ലാത്ത ഉടലിന് നേരെ മീശ ആ പ്ലേറ്റ് എറിഞ്ഞതും ആ രൂപം ആ പ്ലേറ്റിൽ ഒരൊറ്റയാടി. ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി തന്നെ സഹായിക്കുമെന്ന് മീശ അവകാശപ്പെട്ട ആ പ്ലേറ്റിൽ ആ രൂപം ഒരടി അടിച്ചതും അത് പൊടി പോലെ തകർന്നു പോവുകയാണ്. അത് കണ്ടതും മാർക്ക് ആ കപ്പോട് ഒരൊറ്റ എറി. ആ കപ്പിനെയും ആ രൂപം ഒറ്റയാടി. ശരിക്കും ആ രൂപത്തിന്റെ കൈ ആ കപ്പിനടുത്ത് എത്തും മുമ്പേ ആ കപ്പ് ചിതറിയെന്ന് പറയാം. അത് കണ്ടതും മീശ ഓടി വന്ന് മാർക്കിന്റെ പുറകോട്ട് പതുങ്ങി. മാർക്ക്, പ്ലീസ് എന്നെ രക്ഷിക്കണേ. അങ്ങനെ മീശ പറഞ്ഞതും മീശയുടെ മാർക്ക് പറഞ്ഞു, ഏയ് പേടിക്കണ്ട, ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത് അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത ഒരു ഒറ്റ ഇടി. തലയില്ലാത്ത ആ രൂപത്തിനെ ഒറ്റ ഇടിക്ക് തകർക്കാൻ മാർക്കിന് വേറെ ആരുടെയും സഹായം വേണ്ടല്ലോ. മാർക്കിന്റെ അതിശക്തമായ പഞ്ച് ആ തലയില്ലാത്ത രൂപത്തിന് നേരെ പാഞ്ഞു വന്നതും ആ തലയില്ലാത്ത രൂപം ഇടത് കൈകൊണ്ട് മാർക്കിന്റെ പഞ്ചിൽ ഒന്ന് തടുത്തു. മാർക്കിന്റെ പഞ്ചിന് നേരെ ആ ഇടത് കൈകൊണ്ട് ആ രൂപം തടുക്കുമ്പോൾ ആ തടുത്ത ഫോഴ്സിൽ മാർക്ക് ഫെല്ലർ ഏകദേശം 10-20 അടി പുറകിലോട്ട് തെറിച്ചു വീണ മാർക്കിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അൺബിലീവബിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ഫോഴ്സാണ് മാർക്കിനെ കയ്യിൽ അനുഭവപ്പെട്ടത്. മാർക്കിന്റെ ജീവിതത്തിൽ ഇത്ര ശക്തിയിൽ ഒരാളും മാർക്കിനെ എടുത്ത് എറിഞ്ഞിട്ടില്ല എന്ന് പറയാം. മാർക്ക് ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ഏറ്റവും ശക്തിയുള്ള എതിരാളി ഇതാ ആ തലയില്ലാത്ത രൂപമാണ്. ആ രൂപം മാർഷൽ സെയിന്റോ അതിനു മുകളിലുള്ള മൈറ്റി ലെവലിലെ ആളോ അല്ല, അതിനു മുകളിലുള്ള ആരോ ആണ്. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ശക്തി ആ രൂപത്തിലുണ്ട്. ഈ ചിന്തകളൊക്കെ അതിവേഗം മാർക്കിന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് മീശ ഓടി മാർക്കിന് അടുത്തെത്തി കഴിഞ്ഞു. മാർക്ക്, നമ്മൾ ഇനി എന്ത് ചെയ്യും? അങ്ങനെ മീശ ചോദിക്കപ്പോഴേക്കും മാർക്ക് വീണ്ടും ചാടി എണീറ്റ് കഴിഞ്ഞു. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും സെയിൻലി ബോഡി ടെക്നിക് ആക്ടിവേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് ഒന്ന് കുതിച്ചു. മാർക്ക് ഇപ്പൊ കുറെ കൂടെ സീരിയസ് ആണ്. നേരത്തെ തലയില്ലാത്ത ആ ബോഡി ആക്രമിക്കുന്നത് ഒരു ചെറിയ സംഭവമായിട്ടാണ് മാർക്ക് കരുതിയത്. പക്ഷേ ഇപ്പൊ മാർക്കിന് മനസ്സിലായി ആ തലയില്ലാത്ത ബോഡി അതിശക്തമാണ്. മുന്നോട്ട് കുതിച്ച മാർക്ക് പെട്ടെന്നാണ് വലത് കൈ ഒന്ന് ഉയർത്തിയത്. വലത് കൈ ഉയർത്തിയതും മാർക്കിന്റെ ആ വലത് കൈയിലേക്ക് മാർക്കിന്റെ ആ വാളെത്തി. ആ വാളുമായി ആകാശത്തേക്ക് ചാടി ഉയർന്ന മാർക്ക് 9 സ്ലാഷിംഗ് ടെക്നിക്കിലെ ലെവൽ 2 ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു അറ്റ വീശ്. കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം മുകളിൽ നിന്ന് താഴേക്കുണ്ടായി. ആ പ്രകാശം ആ രൂപത്തിനെ 2ആയി കീറി മുറിക്കുമെന്ന് മാർക്കിന് പൂർണ്ണ ഉറപ്പാണ്. ആ പ്രകാശം ആ രൂപത്തിന്റെ പുറത്തു തട്ടിയതും ആ രൂപം ഇടത് കൈകൊണ്ട് ആ പ്രകാശത്തെ ഒന്ന് തടുത്തു. ജസ്റ്റ് കാഷ്വലായിട്ട് കൈ ഒന്ന് പിടിച്ചതേ ഉള്ളൂ. ആ പ്രകാശം അങ്ങ് ചിതറിപ്പോയി. ഈ സമയത്ത് മാർക്ക് മുകളിൽ നിന്ന് താഴേക്ക് എത്തിയിരുന്നു.
മാർക്കിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്കിന്റെ ആ വാള് ഇപ്പോൾ ശരിക്കും ശക്തമാണ്. പക്ഷെ ആ വാളിന്റെ സോഡ് ലൈറ്റിനെ നിഷ്പ്രയാസമാണ് ആ രൂപം തടുത്തത്. അത് കണ്ടതും മാർക്ക് മുന്നോട്ട് കുതിച്ച് വാളുകൊണ്ട് ആ രൂപത്തെ ആഞ്ഞു വെട്ടി. മാർക്കിന്റെ ആ വാൾ പ്രയോഗം തനിക്കൊരു വിഷയമല്ല എന്ന് കാണിക്കുന്ന ശൈലിയിൽ ആ രൂപം മാർക്കിന്റെ വാളിൽ ഒരു തട്ട്, ആ വാളും മാർക്കും കൂടി ആ തട്ടിന്റെ ഫലമായി പിന്നെയും തെറിച്ചു. ചെന്ന് വീണ മാർക്കിന്റെ ദേഹത്ത് പലയിടത്തും പരിക്ക് പറ്റിയിട്ടുണ്ട്. മാർക്കിനെ കൂളായിട്ടാണ് ആ രൂപം എടുത്തെറിപ്പിച്ചത്. മാർക്കിന്റെ പുറത്തു പോലും തൊടാതെ മാർക്കിന്റെ വാളിൽ തട്ടിയപ്പോൾ അതിന്റെ ഷോക്കിൽ മാർക്കോട് തെറിച്ചു പോയതാണ്. മാർക്ക് ആകെ പെട്ടതുപോലെയായി. മാർക്കിന് അറിയാവുന്ന എല്ലാ ടെക്നിക്കലും മാർക്ക് എടുത്ത് ഉപയോഗിക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയുമില്ല. ആ രൂപം കൂളായിട്ട് നടന്നു വരുന്നത്, അതിന് തലയില്ല. പക്ഷെ മാർക്ക് എവിടെയാണ് ഉള്ളതെന്ന് അതിന് കൃത്യമായിട്ട് അറിയാം. ആ രൂപം തനിക്ക് നേരെ നടന്നു വരുന്ന കണ്ടതും മാർക്കിന് ഒരു കാര്യം കൂടി ഉറപ്പായി. താൻ ഒരു തലയില്ലാത്ത ഡെഡ് ബോഡിയുടെ മുന്നിൽ ഇതാ പരാജയപ്പെടാൻ പോവുകയാണ്. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനകത്ത് കുടുങ്ങിപ്പോയ മാർക്കിന് മീശയെ കണ്ടപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായതാണ്. പക്ഷെ ഇപ്പോൾ ഇതാ ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന അവർക്ക് രണ്ടുപേർക്കും നഷ്ടമാകുന്ന സ്വന്തം ജീവനുകളാണ്. മാർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച മാർക്ക് കണ്ടു. മാർക്കിന് നേരെ പാഞ്ഞു വരികയായിരുന്ന ആ രൂപം ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അത് അനങ്ങുന്നില്ല. ആദ്യം മാർക്കിന് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. അടുത്ത നിമിഷത്തിലാണ് മാർക്ക് ആ കാഴ്ച കണ്ടത്. ആ രൂപത്തിന്റെ തലയ്ക്ക് മുകളിൽ ഒരു സാധനം തങ്ങി നിൽപ്പുണ്ട്. ഒരു ക്യാപ്പ് പോലെ ഒരു സാധനമാണ് തങ്ങി നിൽക്കുന്നത്. ആ ക്യാപ്പിലേക്ക് നോക്കിയ മാർക്ക് അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് സാക്ഷാൽ മീശയാണ്. അയാൾ എന്തോ മന്ത്രം ആക്ടിവേറ്റ് ചെയ്ത ആ ക്യാപ്പ് ആ രൂപത്തിന്റെ തലയ്ക്ക് മുകളിലേക്ക് എറിയുകയായിരുന്നു. ആ രൂപത്തിന്റെ മുകളിൽ ആ ക്യാപ്പ് എത്തിയതും ആ രൂപം അങ്ങ് നിശ്ചലമായി. അത് കണ്ട മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, നിങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ ചെയ്താൽ പോയായിരുന്നോ? അത് കേട്ടത് മീശ പറഞ്ഞു, ഞാൻ കരുതിയത് നീ അവനെ ഇടിച്ചിടുന്നല്ലേ. ആ തലയില്ലാത്ത ബോഡിയെ മാർക്ക് ഇടിച്ചിടും എന്ന് കരുതിയിട്ടാണ് മീശ യഥാർത്ഥത്തിൽ ആ സംഭവത്തിൽ ഇടപെടാതിരുന്നത്. മാർക്കിനാണെങ്കിൽ ചിരിക്കണോ കരയണോ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മാർക്ക് സത്യത്തിൽ തന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്ന നിമിഷത്തിലാണ് മീശ ഇതാ വീണ്ടും ഒരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മീശ താൻ വിചാരിക്കുന്നതിനേക്കാൾ രഹസ്യങ്ങളുള്ള ആളാണെന്ന് പെട്ടെന്നൊരു തോന്നൽ മാർക്കിനുണ്ടായി. മാർക്ക് സാവധാനം നടന്ന് ആ തലയില്ലാത്ത ബോഡിയുടെ അടുത്തെത്തി. ആ ബോഡിയിൽ മാർക്ക് തൊടുമ്പോൾ നല്ല ശക്തിയുണ്ട്. ആ ബോഡിക്ക് ഒരു വലിയ ഉരുക്കിന്റെ അതേ ശക്തിയുണ്ട്. മീശയും തൊട്ടടുത്തെത്തി. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ജീവൻ നഷ്ടമായ ഒരു രൂപമാണ്. ഇയാള് ഒരു റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ കക്ഷിയായിരിക്കും. റിവേർഷൻ ഓയിഡ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് ഭൂമിയിൽ ആരും എത്താത്ത ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജിലുള്ള ആളുകൾ പണ്ട് കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അയാളുടെ ആ തലയില്ലാത്ത ബോഡി. തല നഷ്ടമായിട്ട് പോലും ആ ബോഡിക്ക് ഇപ്പോഴും കരുത്തുണ്ട്. അത് കേട്ടതും മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, നമുക്ക് ഇയാളുടെ എല്ലൊക്കെ ഇളക്കിയെടുത്താൽ ഇതുപയോഗിച്ച് ആയുധം ഉണ്ടാക്കാം. ആ ആയുധത്തിന് ഭയങ്കര ശക്തിയായിരിക്കും. ഹേയ് മാർക്ക്, നീ എന്ത് വിഡ്ഢിത്തരമായി പറയുന്നത്? റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ ഒരാളുടെ ബോഡി തകർക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ പിന്നെ നിനക്ക് ആയുധം എന്തിന്? മാർക്കസ് ആയിരിക്കുന്ന മാർക്ക് അനവധി ലെവലുകൾ കടന്നാലേ റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെത്തൂ. മാർക്ക് അടുത്തതായി എത്തേണ്ടത് മാർഷൽ സെയിന്റ് ആണ്. അതിനുശേഷം മൈറ്റി ലെവൽ 1ഉം മൈറ്റി ലെവൽ 2 ആണ്. മൈറ്റി ലെവൽ 2വിനെ ആൾമൈറ്റി ലെവൽ എന്നും പറയും. മൈറ്റി ലെവൽ 1ഉം 2ഉം ചേർത്ത് സാധാരണ പറയുക നേസന്റ് സോൾ സ്റ്റേജ് എന്നാണ്. അതിന് തൊട്ട് മുകളിലാണ് ശരിക്കും ട്രൂ സെയിന്റ് സ്റ്റേജ്. മാർഷൽ സെയിന്റും ട്രൂ സെയിന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രൂ സെയിന്റ് ശരിക്കും ഒരു സന്യാസി സ്റ്റേജാണ്. ആ സ്റ്റേജ് നേസന്റ് സോൾ സ്റ്റേജിന്റെ മുകളിലുള്ള സ്റ്റേജാണ്. ആ സ്റ്റേജിനെ സോൾ ഫോർമേഷൻ സ്റ്റേജ് എന്നാണ് വിളിക്കുക. ആ സമയത്ത് ട്രൂ സെയിന്റായി മാറുന്ന ആളിന്റെ ഉള്ളിൽ ശരിക്കും ഒരു പുതിയ ആത്മാവ് രൂപം കൊള്ളുമെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ആ നിമിഷം മുതൽ അയാളുടെ ആയുസിന്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ചു തുടങ്ങി. സാധാരണഗതിയിൽ മനുഷ്യർ മരിക്കുന്ന പ്രായം അവർക്ക് പിന്നെ പ്രസക്തമല്ല.
അവർ അനന്തകാലത്തേക്കുള്ള ജീവിതത്തിലേക്ക് കടക്കും. അതാണ് ട്രൂ സെയിന്റ്. ട്രൂ സെയിന്റിന് മുകളിലാണ് റിവേർഷൻ ഓയിഡ് സ്റ്റേജ്. ട്രൂ സെയിന്റിന് തൊട്ടുമുകളിൽ ഒരു സ്റ്റേജ് കൂടി ഉണ്ട്. ആ സ്റ്റേജ് കഴിഞ്ഞാൽ അതിന് മുകളിലാണ് റിവേർഷൻ ഓയിഡ് സ്റ്റേജ്. മാർക്ക് നിൽക്കുന്നിടത്തുനിന്ന് ഒരുപാട് മുകളിലാണ് റിവേർഷൻ ഓയിഡ് സ്റ്റേജ്. റിവേർഷൻ ഓയിഡ് സ്റ്റേജിലുള്ള ഒരാളുടെ ആയുസ്സിന് പരിധിയേയില്ല. ആ സ്റ്റേജിലുള്ള ഒരാളുടെ തല നഷ്ടപ്പെട്ട ഉടലിന് പോലും വല്ലാത്ത ശക്തിയാണ്. അതിപ്പോ മാർക്ക് നേരിട്ട് കണ്ടതാണ്. റിവേർഷൻ ഓയിഡ് സ്റ്റേജ് എന്നുള്ള വാക്ക് മാർക്ക് ആദ്യമായി കാണുന്നത് അവന്റെ അച്ഛൻ്റെ ലൈബ്രറിയിലൂടെ പരതുമ്പോഴാണ്. ആ സ്റ്റേജിനെ കുറിച്ച് മാർക്ക് അധികം വായിക്കാത്തതാണ്. മാർക്ക് ഇപ്പോ മാർക്സിസ്റ്റ് മാത്രമാണ്. അവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് റിവേർഷൻ ഓയിഡ് സ്റ്റേജ്. ഭൂമിയിൽ ആരും തന്നെ ആ സ്റ്റേജിൽ ഇല്ല എന്നുള്ള കാര്യം മാർക്കിന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കൂടിയാണ് മാർക്ക് ആ ഭാഗത്തേക്ക് നോക്കാതിരുന്നത്. പക്ഷെ ഇതാ മാർക്കിനെ അതിശയപ്പെടുത്തിക്കൊണ്ട് റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവായി ആ തലയില്ലാത്ത ബോഡി മാർക്കിനെ തൊട്ടു മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. മാർക്ക് ആ ബോഡി തന്നെ സൂക്ഷിച്ച് നോക്കിയിരിക്കുന്നുണ്ടതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവർ രണ്ടും പിന്നെയും അകത്തേക്ക് നടന്നു തുടങ്ങി. അകത്തേക്ക് അവർ നടക്കുന്ന അനുസരിച്ച് അവർക്ക് അനുഭവപ്പെടുന്ന ഡാർക്ക് എനർജിയുടെ അളവ് കൂടി വരികയാണ്. എത്ര നേരം രണ്ടുപേരും കൂടി നടന്നുവെന്ന് രണ്ടുപേർക്കും ഒരു ധാരണയുമില്ല. കാരണം സമയം തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ അസ്തമിക്കുകയാണ്. ഒരു വല്ലാത്ത ശൂന്യതയിലൂടെ, ശരിക്കും അതിശക്തമായ ഡാർക്ക് എനർജിക്കിടയിലൂടെ അവരങ്ങനെ മുന്നേറി ഒരു തുറസായ പ്ലേസിലെത്തി. തുറസായ പ്ലേസ് എന്ന് പറയുമ്പോൾ അവിടെ ചുറ്റും തൂണുകൾ ഇല്ല എന്നർത്ഥം. ആ പ്ലേസ് കണ്ടതും ആ പ്ലേസിന് എന്തോ പ്രത്യേകത മീശയ്ക്ക് തോന്നി. മീശ പെട്ടെന്ന് കുനിഞ്ഞ് ആ തറയിൽ മണം പിടിച്ചു തുടങ്ങി. പട്ടി മണത്ത് നോക്കും പോലെ മീശ ആ ഭാഗമൊക്കെ മണത്ത് നോക്കുകയാണ്. മീശയുടെ ആ ചെയ്തികൾ വല്ലാത്തൊരു കൗതുകം മാർക്കിൽ ഉണ്ടാക്കുന്നുണ്ട്. ആർക്കിയോളജി മേഖലയിൽ ഒരു അസാമാന്യ പ്രതിഭാശാലിയാണ് മീശ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മീശ ശരിക്കും നന്നായി മണം പിടിച്ചതിന് ശേഷം മാർക്കിനോട് ഒന്നും പറയാതെ അവിടെ ചമ്രം പടിഞ്ഞ് അങ്ങ് ഇരുന്നു തുടങ്ങി. അയാളുടെ തൊട്ടു മുമ്പിൽ പെട്ടെന്ന് കുറെ വിഭവങ്ങളൊക്കെ നിരക്കുകയാണ്. അയാളുടെ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് അയാൾ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ആ സാധനങ്ങൾ തൊട്ടു മുന്നിൽ അങ്ങനെ നിരന്നു വരികയാണ്. ഒരു വലിയ പേപ്പറാണ് അയാളുടെ മുന്നിൽ വന്ന ഒരു പ്രധാന ഘടകം. ആ പേപ്പറിന്റെ ഒരു മൂലയിൽ നേരത്തെ പോലെ കുറെ വെളുത്ത പൊടി വന്നിരിപ്പുണ്ട്. മറുഭാഗത്ത് സാമ്പ്രാണി തിരി പോലെയുള്ള എഴുതാനുള്ള ഉപകരണമുണ്ട്. അയാൾ ആ പൊടി ആ പേപ്പറിൽ മുഴുവൻ വിതറി തുടങ്ങി. അതിനുശേഷം കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം അയാൾ ആ സാമ്പ്രാണി തിരി പോലുള്ള സാധനം കയ്യിലെടുത്തു. ഒരു എഴുത്താണിയാണത്. ആ എഴുത്താണി കയ്യിലൊന്ന് പിടിച്ചിട്ട് അയാൾ ആ പേപ്പറിൽ ചില അടയാളങ്ങളൊക്കെ വരച്ചു തുടങ്ങി. അയാൾ ആ പേപ്പറിനകത്ത് ശരിക്കും ഒരു കളം സൃഷ്ടിക്കുകയാണ്. ഒരു ഫോർമേഷൻ അയാൾ സൃഷ്ടിക്കുകയാണ്. വളരെ കരുതലോടെ, വളരെ സൂക്ഷ്മതയോടെയാണ് മീശ ആ കളം സൃഷ്ടിക്കുന്നത്. മാർക്ക് വല്ലാത്തൊരു കൗതുകത്തോടെയും ആരാധനയോടെയും മീശയുടെ ആ പ്രവൃത്തി അങ്ങനെ നോക്കി കണ്ടു നിൽക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും മീശ ആ പേപ്പറിൽ പണിയെടുത്ത് കാണും. മീശ ആ പേപ്പറിന്റെ ഒത്ത നടുക്ക് മീശയുടെ കൈ ഒന്ന് ബലം പിടിപ്പിച്ച് ഒരു തുള്ളി രക്തം വീഴ്ത്തി. മീശ ശരിക്കും അയാളുടെ ആ വലത് ചെറുവിരൽ ഒന്ന് അമർത്തി പിടിച്ചതേ ഉള്ളൂ, ഒരു തുള്ളി രക്തം താഴേക്ക് വീഴുകയായിരുന്നു. അയാൾ സ്ഥിരം അങ്ങനെ ചെയ്യാറുണ്ടെന്ന് അയാളുടെ ആ ആക്ഷൻ വിളിച്ചു പറയുന്നുണ്ട്. ആ ഒരു തുള്ളി രക്തം ആ പേപ്പറിന്റെ ഒത്ത നടുക്ക് വീണതും ആ രക്തം പെട്ടെന്ന് ആ നടുക്കുന്ന് പതുക്കെ വ്യാപിച്ചു തുടങ്ങി. അത് ചലിക്കുമ്പോൾ കൗതുകത്തോടെ ആ രക്തത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് മീശ. മീശ നോക്കി നിൽക്കുമ്പോൾ ആ രക്തം പതുക്കെ കത്തി തുടങ്ങി. ശരിക്കും ആ രക്തത്തിൽ നിന്ന് ഒരു പ്രകാശം ഉണ്ടാവുകയാണ്, ഒരു കുഞ്ഞു പ്രകാശം. ആ പ്രകാശത്തിന് ഒരു ചുവന്ന നിറമാണുള്ളത്. ആ ചുവപ്പ് നിറമുള്ള പ്രകാശം ശരിക്കും ഒരു കോമ്പസ് സൂചി പോലെ ആക്ട് ചെയ്യാണ്. ആ പ്രകാശം ആ പേപ്പറിലൂടെ ഒരു പ്രത്യേക പോയിന്റിലേക്കാണ് ചലിക്കുന്നത്. അത് കണ്ടതും മീശ എണീറ്റ് ആ പേപ്പർ കയ്യിലെടുത്തു. മീശ മാർക്കിനോട് പറഞ്ഞു, ദാ ഈ പ്രകാശം നിൽക്കുന്ന സ്ഥലം കണ്ട, ഇവിടെയാണ് നമുക്ക് തുരക്കേണ്ടത്. മാർക്കിന് അയാൾ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്താണ് മീശ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. തുരക്കാനോ? എവിടെ? മാർക്ക്, ഞാൻ ഈ വരച്ചത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ അടയാളങ്ങളാണ്.
മീശ അത് പറഞ്ഞപ്പോഴാണ് മാർക്ക് യഥാർത്ഥത്തിൽ ആ പേപ്പറിൽ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുന്നത്. ശരിയാണ്, അവർ നിൽക്കുന്ന ഹാള് തന്നെയാണ് മീശ അവിടെ വരച്ചത്. ആ ഹാളിനകത്ത് കാണുന്ന എല്ലാം മീശ ആ പേപ്പറിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. ആ പേപ്പറിന്റെ മുകളിൽ പുനഃസൃഷ്ടിക്കപ്പെട്ട ആ ഹാളിൽ എവിടെ തുരക്കണമെന്നാണ് ആ രക്തം ഇപ്പോൾ മീശയെ അറിയിച്ചിരിക്കുന്നത്. മീശ ആ രക്തത്തിലേക്ക് നോക്കിയതിനു ശേഷം ആ ഹാളിൽ ഒരു പ്രത്യേക പോയിന്റിലോട്ട് നോക്കി. മീശ നോക്കുന്ന പോയിന്റിലേക്ക് ഒന്ന് നോക്കിയ മാർക്ക് വീണ്ടും ആ പേപ്പറിലേക്ക് നോക്കി. അതെ, പേപ്പറിൽ വരച്ചിരിക്കുന്ന അതേ പോയിന്റിലേക്കാണ് ഇപ്പോൾ മീശ നോക്കുന്നത്. മാർക്കിനെ അതിശയപ്പെടുത്തിക്കൊണ്ട് ആ പേപ്പർ താഴെ വെച്ചിട്ട് മീശ നടന്ന് ആ പോയിന്റിലെത്തി. അവിടെ മീശ പതുക്കെ മണത്തുടങ്ങി. മൂക്ക് ആ തറയോട് ചേർത്ത് വെച്ച് ഗാഠമായി ഗന്ധം വലിച്ചെടുക്കുകയാണ് മീശ. ഗന്ധം വലിച്ചെടുക്കുന്ന മീശയെ കണ്ടാൽ ഒരു പട്ടി കുനിഞ്ഞ് തറയിൽ എന്തോ മണപ്പിക്കുകയാണെന്നേ തോന്നത്തുള്ളൂ. ഇയാൾ ഇനി കഴിഞ്ഞ ജന്മത്തിൽ വല്ല പട്ടിയായിരുന്നോ? അങ്ങനെ ചിന്തയാണ് പെട്ടെന്ന് ആ കാഴ്ച മാർക്കിൽ ഉണ്ടാക്കിയത്. മാർക്ക് കൗതുകത്തോടെ മീശ അങ്ങനെ നോക്കുമ്പോൾ മീശ അയാളുടെ ആ നിലവറയ്ക്കകത്തുനിന്ന് ചില ഉപകരണങ്ങളൊക്കെ പുറത്തെടുത്തു. ഒരു മഴവും ചുറ്റിയും ചില സാധനങ്ങളൊക്കെ അയാളുടെ കയ്യിലുണ്ട്. അയാൾ കൂടുതലൊന്നും പറയാതെ അവിടെ നിശ്ചിത അകലത്തിൽ ഓരോ സ്ഥലത്തായി കൊട്ടിത്തുടങ്ങി. ഇപ്പോൾ അയാൾ വളരെ വിശാലമായ ഒരു ചതുരം അവിടെ ഉണ്ടാക്കുകയാണ്. ഏകദേശം ഒരു 10 അടി സ്ക്വയറിലുള്ള ഒരു ചതുരം. ആ ചതുരത്തിന് ചുറ്റും അയാൾ ഇങ്ങനെ അടിക്കുകയാണ്. അവിടെയുള്ള വേറെ ഒരു കാര്യത്തിലും തനിക്ക് താല്പര്യമില്ല എന്നൊരു സൂചനയാണ് അയാളുടെ ആ ചെയ്തി കാണുമ്പോൾ ആർക്കും തോന്നുക. അയാൾ ആ ചതുരം പൂർത്തീകരിച്ചതും മാർക്കിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മാർക്ക്, ഇതിനകത്ത് എന്താണ് ഉള്ളതെന്ന് നിനക്കറിയാമോ? മാർക്ക് അറിയില്ല എന്ന ഭാവത്തോടെ മീശയെ നോക്കിയതും മീശ പറഞ്ഞു, മാർക്ക്, ഈ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ എങ്ങനെയാണ് ഇല്ലാതായതെന്ന് നിനക്കറിയുമോ? മാർക്ക് അറിയില്ല എന്ന ഭാവത്തിൽ മീശ നോക്കിയതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു സ്ത്രീ, അവരാണ് ഈ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനെ ഇല്ലാതാക്കിയത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെ ഇതിനടിയിൽ അവരുടെ ശവക്കല്ലറയുണ്ട്. അവരുടെ എല്ലാ നിധികളും ഇതിനകത്തുണ്ടാവും. മാർക്ക് ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനകത്തേക്ക് കടന്ന ദിവസത്തിൽ കണ്ട സ്വപ്നത്തിലെ സ്ത്രീയാണ് പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. ആ കാര്യം മനസ്സിലേക്ക് വന്നെങ്കിലും മാർക്ക് അത് മീശയോട് പറഞ്ഞില്ല. മാർക്ക് കൗതുകത്തോടെ മീശയോട് ചോദിച്ചു, ആ സ്ത്രീയോ? അതേത് സ്ത്രീയാ? മാർക്ക്, ഒരു മാസ്ക് വെച്ച സ്ത്രീ പണ്ടൊരിക്കൽ ഈ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിൽ വന്നിട്ടുണ്ട്. അവരാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളെ കൊന്നത്. മീശ പറഞ്ഞ ആ വാചകം കേട്ട മാർക്കിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു കൗതുകം. ശരിക്കും മാർക്ക് ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനകത്ത് കണ്ട ആ സ്വപ്നം ഇത് യാഥാർത്ഥ്യമാണെന്ന് മീശ മാർക്കിനോട് പറയുകയാണ്. മാർക്കിന്റെ മുഖത്തെ കൗതുകം കണ്ട മീശ ചിരിച്ചുകൊണ്ട് ആ ഫലകമിളക്കാനുള്ള ശ്രമം ആരംഭിച്ചു. മാർക്കും മീശയ്ക്കൊപ്പം കൂടി. ഏതാനും മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ രണ്ടുപേരും കൂടി ആ ചതുരം അവിടെ നിന്ന് ഇളക്കിയെടുത്തു. ആ ചതുരം ഇളക്കിയെടുത്ത മാർക്കും മീശയും താഴേക്ക് നോക്കുമ്പോൾ അവിടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. താഴെ അതിവിശാലമായ ഒരു ശവകുടീരമാണ് ഉള്ളത്. അതിവിശാലമായ ശവകുടീരം എന്ന് പറഞ്ഞാൽ ശരിക്കും വിശാലമായ ശവകുടീരം തന്നെയാണ്. രണ്ടുപേരും ഇളക്കി മാറ്റപ്പെട്ട ആ ചതുര അടപ്പിന്റെ ഭാഗത്തുകൂടി താഴേക്ക് ഇറങ്ങി തുടങ്ങി. താഴോട്ടിറങ്ങാൻ സ്റ്റെപ്പുകളുണ്ട്. ഒരു നിലവറയിലേക്കാണ് അവർ ഇറങ്ങുന്നത്. നിലവറയിലേക്ക് ഇറങ്ങുന്ന അവർക്ക് അനുഭവപ്പെടുന്നത് ശക്തമായ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമാണ്. രണ്ടുപേരും ആ കോർഡറിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ സ്പിരിച്വൽ എനർജി അവർക്ക് സ്പർശിച്ചറിയാൻ കഴിയുന്ന ശൈലിയിലേക്ക് മാറുകയാണ്. എനർജി രൂപത്തിലല്ല ഇപ്പോൾ ആ ബ്ലാക്ക് എനർജി ഉള്ളത്. വെള്ളത്തുള്ളികൾ പോലെ ഡാർക്ക് എനർജി അവിടെ ചുവരിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണ്. ശരിക്കും ഐസ് കട്ടിപിടിച്ച് ഫ്രിഡ്ജിനകത്തൊക്കെ പറ്റി പിടിച്ചിരിക്കും പോലെ അവിടെ ആ ചുവരുകളിൽ ഡാർക്ക് എനർജി അങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ മീശയ്ക്കൊപ്പം മുന്നോട്ട് നടക്കുമ്പോൾ മീശ വല്ലാതെ അസ്വസ്ഥനാകുന്നുണ്ട്. ഡാർക്ക് എനർജിയുടെ ആ അളവ് കൂടിയതാണ് മീശയെ അസ്വസ്ഥനാക്കുന്നത്. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കെന്തോ അപകടം ഫീൽ ചെയ്യുന്നുണ്ട്. അത് കേട്ടത് മാർക്ക് പറഞ്ഞു, ഏയ്, നമ്മൾ ഇത്രയും ദൂരം വന്നില്ലേ, ഇനി എന്തിനാ ഭയപ്പെടുന്നത്? അത് പറഞ്ഞിട്ട് മാർക്ക് മീശയുടെ മുന്നിൽ കയറി നടന്നു തുടങ്ങി. ഇതുവരെ മീശ മുന്നിലും മാർക്ക് പുറകിലുമായിരുന്നു. ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം കൂടിയോടുകൂടി
മാർക്കിന്റെ സന്തോഷം കൂടുകയാണ്. ഡാർക്ക് എനർജിയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ തേടി പിടിച്ച് നടക്കുന്ന ജോലിയാണല്ലോ മാർക്കിനുള്ളത്. മാർക്കിന് ഡാർക്ക് എനർജിയോടുള്ള താല്പര്യത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ട് മീശയ്ക്ക് അറിയുകയും ചെയ്യും. മീശയാണല്ലോ ഡാർക്ക് എനർജിയുള്ള സ്ഥലങ്ങളിലേക്ക് മാർക്കിന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുപോയത്. മീശയ്ക്ക് അതുകൊണ്ട് തന്നെ മാർക്കിനൊപ്പം നടക്കുമ്പോൾ ഒരു ധൈര്യം ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കൂടി നടന്നെത്തിയത് വിശാലമായ ഒരു ശവകുടീരത്തിന് മുന്നിലാണ്. ഒരു വലിയ ശവപ്പെട്ടി അവിടെ ഉണ്ട്. ആ ശവപ്പെട്ടിയുടെ രണ്ട് ഭാഗത്തായി, ശവപ്പെട്ടിക്ക് പുറത്തായി രണ്ടാളുകൾ അവിടെ കിടക്കുന്നതും കാണാം. നല്ല പൊക്കമുള്ള ഒത്ത ശരീരമുള്ള രണ്ടാളുകളാണ് അവിടെ കിടക്കുന്നത്. ആ ശവപ്പെട്ടിക്ക് കാവൽ കിടക്കുന്ന ആളുകളാണ് അവരെന്ന് വ്യക്തം. ആ ശവപ്പെട്ടിയുടെ അടുത്തേക്ക് മാർക്ക് ഫെല്ലർ എത്തുമ്പോൾ മാർക്കിൽ നിന്ന് ഒത്തിരി പുറകിലാണ് മീശ. മീശയ്ക്ക് അങ്ങോട്ട് നടക്കാൻ ഒരു മടിയുള്ളതുപോലെ. ആ ശവപ്പെട്ടിയുടെ അടുത്തേക്ക് വരുന്ന മാർക്ക് ശരിക്കും സന്തോഷത്തിലാണ്. ആ ശവപ്പെട്ടിയുടെ അടുത്തുനിന്ന് ഇഷ്ടംപോലെ ഡാർക്ക് എനർജിയാണ് വരുന്നത്. ഇത്രയും ശക്തിയായി ഡാർക്ക് എനർജി ഒരു സ്ഥലത്തും മാർക്ക് കണ്ടിട്ടില്ല. വൻതോതിൽ ഡാർക്ക് എനർജി ആ ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് സാവധാനം അങ്ങോട്ട് നടന്നു വരുന്ന മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് മാർക്ക് എനിക്കെന്തോ അപകടം ഫീൽ ചെയ്യുന്നുണ്ട്. മീശ പേടിക്കണ്ട, ഞാനില്ലേ, നമുക്ക് ഈ ശവപ്പെട്ടി തുറക്കണം. മാർക്ക് അബദ്ധം പറയാതെ, അത് തുറന്നാൽ ആ സ്ത്രീ അതിനകത്തുണ്ടെങ്കിൽ പ്രശ്നമാണ്. മാസ്ക് വെച്ച് ആ സ്ത്രീ അതിനകത്തുണ്ടെങ്കിൽ പിന്നെ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ടെന്നാണ് മീശ മാർക്കിനോട് പറയുന്നത്. മീശ അത് പറഞ്ഞതും മാർക്ക് ശവപ്പെട്ടിയിൽ ചെന്നൊരു ഒറ്റ ഇടി. ശരിക്കും അതിന്റെ മൂടിയെ ഇടിച്ചു തുറക്കാനുള്ള ഒരു ശ്രമമാണ് മാർക്ക് നടത്തിയത്. മാർക്ക് എന്തായി ചെയ്യുന്നത്? മീശ എന്തായാലും ഇതുവരെ വന്നില്ലേ, അകത്തെന്താ ഉള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ ശവപ്പെട്ടിയുടെ 4 ഭാഗവും നടന്ന് 4 മൂലയ്ക്കും ഓരോ ഇടി ഇടിച്ചു. 4 ഇടിയും അതിശക്തമായി ആ ശവപ്പെട്ടിയിൽ പതിഞ്ഞതും ആ മേൽമൂടി ഒന്ന് ഇളകി. മാർക്ക് മീശയും കൂടി ആ മൂടി പതുക്കെ മാറ്റി. ശരിക്കും ഭയന്നാണ് മീശ ആ മൂടി മാറ്റുന്നത്. മൂടി മാറ്റുമ്പോൾ അയാളുടെ കണ്ണുകൾ അറിയാതെ ആ ശവപ്പെട്ടിക്ക് അകത്തേക്ക് വീഴുന്നുണ്ട്. ശവപ്പെട്ടിക്ക് അകത്തേക്ക് നോക്കിയ മാർക്കും മീശയും ഒരുപോലെ ഞെട്ടി എന്ന് തന്നെ പറയാം. അകത്ത് അവർ പ്രതീക്ഷിച്ച ആ മാസ്ക് വെച്ച സ്ത്രീ ഇല്ല. ശവപ്പെട്ടിക്കകത്ത് ആരുമില്ല. പിന്നെ എന്തിനീ ശവപ്പെട്ടിക്ക് കാവലായി ഇടതുവശത്തും വലതുവശത്തും 2 ആളുകളെ അങ്ങനെ കിടത്തിയിരിക്കുന്നു? ആ ഒരു ചോദ്യമാണ് ആ നിമിഷത്തിൽ മീശയ്ക്കും അതുപോലെ മാർക്കിനും ഉണ്ടായത്. രണ്ടുപേരും അമ്പരപ്പോടെ ആ ശവപ്പെട്ടിയിലേക്ക് നോക്കുമ്പോൾ ശവപ്പെട്ടിക്ക് അകത്തുനിന്ന് ഇഷ്ടംപോലെ ഡാർക്ക് എനർജി ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഗുമ്മന് പുക പോലെ എനർജി പുറത്തേക്ക് വരികയാണ്. ആ പൊങ്ങി വരുന്ന പുകയ്ക്കിടയിലൂടെ മാർക്കും മീശയും ആ ശവപ്പെട്ടിക്കകത്ത് ചില കാര്യങ്ങൾ കണ്ടു. അതിനകത്ത് ഒരു ഡ്രസ്സുണ്ട്, അതോടൊപ്പം ഒരു ചിത്രവുമുണ്ട്, പിന്നെ ബ്രോഡ് നിറത്തിലുള്ള ഒരു വളയും. അത് 3 പെട്ടെന്ന് മീശ അതിനകത്ത് നിന്ന് എടുത്തു. അത് 3 കയ്യിലെടുത്ത മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ നമുക്ക് പോവാം, തൽക്കാലം നമുക്കിത് പങ്കുവയ്ക്കും. ബ്രോൺസ് വളയും ചിത്രവും ഡ്രസ്സുമാണ് ഇപ്പോൾ മീശയുടെ കയ്യിരിക്കുന്നത്. അതിലേക്ക് നോക്കിയ മാർക്ക് മീശയോട് പറഞ്ഞു, എനിക്ക് ആ ചിത്രം മാത്രം മതി. മാർക്ക് പറഞ്ഞത് കേട്ടതും സന്തോഷത്തോടെ മീശ ആ ചിത്രം മാർക്കിന് കൊടുത്തു. മാസ്ക് വെച്ച ആ സ്ത്രീയുടെ ചിത്രമാണ് ഇപ്പോൾ മാർക്കിന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. മാർക്ക് ആ ചിത്രം മാർക്കിന്റെ ആ നിലവറയിലേക്ക് വെച്ചു. ആ സമയത്ത് തന്നെ തൻ്റെ കയ്യിൽ കിട്ടിയ ആ ഡ്രസ്സും അതുപോലെ ആ വളയും മീശയുടെ നിലവറയിലേക്കും വെച്ചു. അതിനുശേഷം മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ ഇനി ഇവിടെ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് മീശ അതിവേഗം മുന്നോട്ട് നടക്കുകയാണ്. മീശയ്ക്കൊപ്പം മാർക്കുമുണ്ട്. അവർ രണ്ടുപേരും ഏകദേശം ഒരു 10 സ്റ്റെപ്പ് വെച്ച് കാണും. പെട്ടെന്ന് ഒരു പ്രഷർ അവർക്ക് അനുഭവപ്പെട്ടു. അതിശക്തമായ ഒരു പ്രഷർ അവിടെ തൊട്ടുപുറകിൽ അനുഭവപ്പെടുന്നതായി തോന്നിയതും അവർ രണ്ടുപേരും തിരിഞ്ഞു. അമ്പരപ്പിക്കുന്ന ഒരു രംഗത്തിന് പെട്ടെന്ന് അവർ രണ്ടുപേരും സാക്ഷികളായി. ആ ശവപ്പെട്ടിയുടെ ഇരുപുറത്തുമായി അങ്ങനെ നിശ്ചലരായി കിടന്നിരുന്ന ആ 2 രൂപങ്ങളും എണീറ്റ് നിൽക്കുകയാണ്. എണീറ്റ് നിൽക്കുന്നു എന്ന് മാത്രമല്ല, അവർ സാവധാനം മുന്നോട്ട് നടക്കുകയുമാണ്. അവർ മുന്നോട്ട് നടന്നപ്പോഴാണ് അവിടെ അതിശക്തമായ ഒരു പ്രശ്നം അനുഭവപ്പെട്ടത്. അത് കണ്ടതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഓടിക്കോ. മീശ പറഞ്ഞത് കേട്ടതും മാർക്ക് മീശയ്ക്കൊപ്പം മുന്നോട്ട് ഓടി. പക്ഷെ ഏതാനും സ്റ്റെപ്പുകളെ അവർക്ക് ഓടാൻ പറ്റിയുള്ളൂ. മുന്നോട്ട് ഓടിയ അവർക്ക്
മുന്നോട്ട് പോകാൻ കഴിയാത്ത ശൈലിയിൽ ഒരു ബാരിയർ അവിടെ രൂപം കൊണ്ടു. ശരിക്കും അദൃശ്യമായ ഒരു എനർജി ബാരിയർ, ഒരു അതിർത്തി. രണ്ടുപേരും ആ ബാരിയറിൽ ഇടിച്ച് താഴെ വീണപ്പോഴാണ് അത്തരത്തിൽ ഒരു തടസ്സം അവർക്ക് മുന്നിൽ സൃഷ്ടിക്കപ്പെട്ട കാര്യം രണ്ടുപേരും മനസ്സിലാക്കുന്നത്. രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ അതിശക്തരായ ആ രണ്ട് യോദ്ധാക്കളും മാർക്ക് ഫെല്ലർക്കും മീശയ്ക്ക് നേരെ അങ്ങനെ അടിവെച്ചടിവെച്ച് നടന്നു വരികയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമൻറ്റുകൾ ചെയ്യുക. താങ്ക് യു.